തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ വള്ളം മറിഞ്ഞ് വീണ്ടും മത്സ്യത്തൊഴിലാളി മരിച്ചിരിക്കുന്നു. അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടറാണ് മരിച്ചത്. പുലർച്ചെ 1:30-ക്കാണ് അപകടമുണ്ടായത്. 80-ലധികം ജീവനുകളാണ് മുതലപ്പൊഴിയിൽ ഇതുവരെ പൊലിഞ്ഞത്. പ്രശ്നമുണ്ടാകുമ്പോൾ പുറത്തുവരുന്ന പ്രസ്താവനകളല്ലാതെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ശാശ്വത പരിഹാരമുണ്ടാകുന്നില്ല. അനാസ്ഥയ്ക്കെതിരെ ലത്തീൻ അതിരൂപത തെരുവിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ്. ഇന്ന് നിയമസഭയിലേക്ക് മാർച്ച് നടത്തും. മുതലപ്പൊഴിയിൽ സംഭവിക്കുന്നത് എന്താണ്? ഇനിയും എത്ര ജീവൻ വേണം അലംഭാവത്തിന് അന്ത്യമുണ്ടാകാൻ? അദാനി സർക്കാർ ഒത്തുകളി എന്ന ആരോപണത്തിലെ വസ്തുത എന്താണ്? റിപ്പോർട്ടർ വിശദമായി ഇനി പരിശോധിക്കുകയാണ്. റിപ്പോർട്ടർ ലൈവത്തോൺ മുതലപ്പൊഴി എന്ന മരണപ്പൊഴി. തിരുവനന്തപുരത്തു നിന്നും ഞങ്ങളുടെ 2 പ്രതിനിധികൾ റിനു ശ്രീധർ, വിഷ്ണു എന്നിവരാണ് വിശദമായ വിവരങ്ങളുമായുള്ളത്. ആദ്യം റിനു ശ്രീധറിലേക്കാണ്. മുതലപ്പൊഴിയിൽ നിന്നുള്ള വിവരങ്ങളുമായി വിഷ്ണു ഇപ്പോൾ ഉള്ളത് മരിച്ച വിക്ടറിന്റെ വീട്ടിലുമാണ്. റിനു, ഇപ്പോൾ മുതലപ്പൊഴിയിൽ സ്ഥിരമായ അപകടങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 80-ലധികം ജീവനുകളാണ് ഇവിടെ പൊഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അപകടം ഇന്ന് എപ്പോഴാണ് ഇത് സംഭവിച്ചത്? എന്താണ് അവിടെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്? സ്മൃതി, മുതലപ്പൊഴി മരണപ്പൊഴിയായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വീണ്ടും ഒരു മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ കൂടി ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ന് പുലർച്ചയോടുകൂടി 1:30 മണിയോടുകൂടിയാണ് മത്സ്യബന്ധനത്തിനായി പോയി തിരികെ വരികെ എൻ്റെ തൊട്ടു പിന്നിലായി കാണുന്ന ഈ മുതലപ്പൊഴിയിൽ വെച്ച അതിശക്തമായിട്ടുള്ള തിരമാലയിൽപ്പെട്ട വള്ളം മറിയുകയും വിക്ടർ, അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടർ മരണപ്പെടുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും 80 പേരിലധികം മരിച്ചു എന്നുള്ളതാണ് അനൗദ്യോഗിക കണക്ക്. സർക്കാരിന്റെ ഭാഗത്ത് മുതലപ്പൊഴിയിൽ എത്ര ജീവനുകൾ നഷ്ടമായി എന്നുള്ള ഔദ്യോഗിക കണക്ക് പോലും ഇല്ല എന്നുള്ളതാണ്. ഇത്തരം മരണങ്ങൾ സംഭവിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വാർത്ത വരുമ്പോൾ ഇടപെടും, പരിഹരിക്കുമെന്ന് പറയുന്നതല്ലാതെ ഒരു രീതിയിലുള്ള പരിഹാര മാർഗങ്ങളും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം 164 കോടി രൂപയുടെ പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ ഇവിടെ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മുഖേന നടത്തുവാൻ വേണ്ടി ഇരിക്കുന്നത്. ഇതിന്റെ പദ്ധതി രേഖ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു. ഈ പദ്ധതി രേഖ സമർപ്പിച്ച് കേന്ദ്രത്തിൽ നിന്ന് അനുമതി വാങ്ങിയാൽ ഈ നിർമ്മാണം ആരംഭിക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പെരുമാറ്റച്ചട്ടം കഴിഞ്ഞാൽ ഉടൻ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് നമ്മൾ തന്നെ സജി ചെറിയാൻ ഫിഷറീസ് വകുപ്പ് മന്ത്രിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും നടപ്പിലായില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ഈ അപകടങ്ങളൊക്കെ തന്നെ ഉണ്ടായപ്പോൾ കൃത്യമായി മന്ത്രിയും സംസ്ഥാന സർക്കാരും പറഞ്ഞത് മുതലപ്പൊഴിയിൽ സ്ഥിരമായി കോസ്റ്റൽ ഗാർഡിന്റെ ഒരു ബോട്ട് ഉണ്ടാകും ഈ അപകടപ്പെട്ടാൽ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി. ഒപ്പം 24 മണിക്കൂറും സേവനത്തിനായി ഒരു ആംബുലൻസ് ഇവിടെ ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ഇവിടെയൊക്കെ തന്നെ കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഒരു സംവിധാനം ഒന്നും മുതലപ്പൊഴിയിൽ ഇല്ല എന്നുള്ളതാണ്. ഏറ്റവും അവസാനമായി കഴിഞ്ഞ മാസം മരിച്ച എബ്രഹാമിന്റെ മൃതദേഹവും നാട്ടുകാരാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഒരു സംവിധാനവും ഇവിടെ ഉണർന്നു പ്രവർത്തിച്ചില്ല. ഇന്നത്തെ അപകടം നടക്കുമ്പോഴും അത്തരമൊരു സംവിധാനം അവർക്ക് സഹായത്തിനായി എത്തിയില്ല എന്ന് പറയും. പിന്നെ എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ നിരന്തരം മരണം സംഭവിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, അഞ്ചുതെങ്ങ് കായലിൽ നിന്നുൾപ്പെടെ മണൽ വന്നടിയുന്ന ഒരു പൊഴിമുഖമാണ് മുതലപ്പൊഴി എന്ന് പറയുന്ന സ്ഥലം. ഒപ്പം ഈ മഴ സമയത്ത് കടലിൽ നിന്നും വലിയ രീതിയിലുള്ള മണൽ കയറ്റം ഉണ്ടാകും. പക്ഷേ അങ്ങനെയാണ് ഈ മുതലപ്പൊഴിയുടെ ഒരു ആഴം കുറയുന്ന ഒരു സാഹചര്യം. തിരമാലകൾ അതിശക്തമായി വീശുന്നു, ബോട്ടുകൾ മറിയുന്നു. ഇവിടെ 2018 തെക്കേ പുലിമുട്ട് 300 മീറ്ററിലധികം അദാനിക്ക് വേണ്ടി പൊളിച്ചു മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ പാറ എത്തിക്കുന്നതിന് വേണ്ടി 2018 5 വർഷം പിന്നിടുമ്പോഴും അത് വീണ്ടും പണി പൂർത്തിയാക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. വടക്കേ പുലിമുട്ടിന്റെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണ് വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കിയത്. വടക്കേ പുലിമുട്ട് കർവ് ആകൃതിയിൽ നിർമ്മിക്കണം എന്നുള്ളതാണ്. പക്ഷേ അശാസ്ത്രീയമായിട്ടുള്ള ഒരു നിർമ്മാണമാണ് ഇവിടെ നടന്നത് എന്നുള്ളത് കൃത്യമായി തന്നെ നമുക്ക് പറഞ്ഞ് വെക്കേണ്ടി വരും. എന്തായാലും റിനുവിലേക്ക് വരാം. നമ്മൾ ഏതായാലും ഈ വാർത്ത വിശദമായി തന്നെ പരിശോധിക്കുകയാണല്ലോ. ഫാദർ യൂജിൻ പെരേര, ലത്തീൻ രൂപത വികാരി ജനറൽ നമ്മോടൊപ്പം തത്സമയമുണ്ട്. അദ്ദേഹത്തിലേക്ക് വരും മുമ്പ് ഒന്ന് വിഷ്ണുവിലേക്ക്. വിഷ്ണു, മരിച്ച വിക്ടറിന്റെ വീടിന് മുന്നിലാണ് വിഷ്ണു ഉള്ളത്. എന്താണ് കുടുംബം പറയുന്നത്? സ്മൃതി, തീർച്ചയായിട്ടും വളരെ വികാരാതീതമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്.
മകളോടും സഹോദരിയോടും ഒക്കെ പറഞ്ഞ് തിരിച്ചു വരാമെന്ന് പറഞ്ഞു പോയ ഒരു ദുരന്തം വരുത്തിവെച്ച വീട്ടിലാണ് നിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വളരെ വികാരഭരിതമായി ഇരിക്കുന്ന ഒരവസ്ഥ തന്നെയാണ്. ഏതായാലും മരണപ്പൊഴി മുതലപ്പൊഴി ഒരു മരണപ്പൊഴിയായതിൻ്റെ ഏക ദൃക്സാക്ഷിയും അതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രതീകമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങൾക്കാണ് ഇത് നല്ല രീതിയിൽ ബാധിച്ച് നമുക്കറിയാം. ദൃശ്യങ്ങളിൽ കാണാം സഹോദരി കരയുന്നതും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വളരെ ഒരു വികാര നിർഭരമായ സാഹചര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ വിക്ടറിൻ്റെ കുടുംബം ഇവിടെ കഴിഞ്ഞ 50 വയസ്സായിരുന്നു വിക്ടറിന്. ഇന്നലെ പുലർച്ചെ ഉണ്ടായ 1:30 മണിയോടുകൂടി ഉണ്ടായ ബോട്ടപകടത്തിലായിരുന്നു വിക്ടർ മുതലപ്പൊഴിയിൽ ദാരുണാന്ത്യം ആവാൻ സാധ്യത ആയത്. നമുക്കറിയാം നിരന്തരമായ അപകടമുണ്ടാകുന്ന സ്ഥലമായിരുന്നു മുതലപ്പൊഴി. അതിൻ്റെ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു കണ്ണി എന്ന് പറയുന്നത് വിക്ടറാവുന്നു. ഇതുപോലെ തന്നെ വീട്ടുകാരോടൊക്കെ തിരിച്ചു വരാമെന്ന് പറഞ്ഞു പോയി. പിന്നീട് മൃതശരീരവുമായിട്ടാണ് വിക്ടർ എത്തുന്നത്. വിക്ടറിൻ്റെ ശരീരം ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിലാണ്. ഏകദേശം പോസ്റ്റ്മോർട്ടത്തിനൊടുവിൽ വീട്ടിലേക്ക് എത്തിക്കും. പ്രദേശവാസി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, വിക്ടർ ഈ ഒരു മുതലപ്പൊഴി അപകട സാധ്യത എന്തെങ്കിലും പറഞ്ഞു? മുതലപ്പൊഴിയിൽ രാത്രി 1 മണിക്ക് വെള്ളം കയറിയാണ് അപകടം ഉണ്ടായത്. കല്ലിലിടിച്ച് വെള്ളം മറിഞ്ഞ് ആൾ നഷ്ടപ്പെട്ടതാണ്. 1:30 മണിയോടെയാണ് ആളിൻ്റെ മരണം സംഭവിച്ചതെന്ന് ഡോക്ടർ പറഞ്ഞു. ചിറയൻകീഴ് താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ്. അവിടെ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് അരമണിക്കൂർ മുമ്പേ ആൾ മരണപ്പെട്ട് വെള്ളം മറിഞ്ഞതാണ്. കൊണ്ടുവന്ന് 1 മണിക്കൂർ എങ്ങാണ്ട് ഞങ്ങളെ അറിയിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് പോയപ്പോഴത്തേക്കും ആൾ മരണപ്പെട്ട് കിടക്കണം ഞങ്ങളെ കണ്ടത്. തീരെ നിവൃത്തിയില്ലാത്ത കുടുംബത്തിലിരുന്ന് പോണയാണെന്ന് ഉപജീവനത്തിന് മാർഗത്തിന് എത്ര പറഞ്ഞാലും അവരെ 3 മക്കളുണ്ട്. 2 പേരും വാടക വീട്ടിലാണ് കിടക്കുന്നത്. പുള്ളിക്കാരൻ എന്തെങ്കിലും കൊണ്ട് ഉപജീവനമാർഗത്തിന് പോയി കൊണ്ടുവരുന്നത് പിള്ളേർക്കൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ കടം കാരണം വൈഫ് കളഞ്ഞിട്ട് പോയി. ഇവിടെ ഇല്ല. പുള്ളിയും ഒരുപാട് കടവും കാരണമായിട്ടാണ് ഇവിടെ നാട്ടിന് പോയത്. ഈ പുള്ളിക്കാരൻ്റെ ഒരു ഉപജീവനമാർഗം കൊണ്ടാണ് ഈ പിള്ളേർക്കും കഴിഞ്ഞു പോയത്. ഇപ്പോൾ തീരെ ഒരു നഷ്ടമാണ് ആ കുടുംബത്തിന് എന്നാണ് പറയാനുള്ളത്. തീർച്ചയായും സ്മൃതി, വളരെ വികാരപരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ വിക്ടറിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ശരി വിഷ്ണു, മടങ്ങിയെത്താം. ഫാദർ യൂജിൻ പെരേരയിലേക്ക് പോവുകയാണ്. ലത്തീൻ രൂപത വികാരി ജനറൽ ഫാദർ യൂജിൻ പെരേര, ഇത്തരം സാഹചര്യങ്ങൾ, ഇത്തരം കരച്ചിലുകൾ എത്ര തവണയായി ഇപ്പോൾ കാണുന്നു? ഫാദർ അടക്കമുള്ളവർ എത്ര തവണ സമരത്തിലേക്ക് ഇറങ്ങിയതാണ്? താങ്കൾക്കെതിരെ അടക്കം എത്ര കേസുകളാണ് എടുത്തത്? ഇതൊക്കെ നമ്മുടെ മുന്നിൽ നടന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിക്ടർ എന്ന പേരാണ് വരുന്നത്. എന്താണ് ഇനി നിങ്ങൾക്ക് മുന്നിലുള്ളത്? നമ്മുടെ സംസ്ഥാനത്ത് കണ്ണു തുറക്കാത്ത മത്സ്യത്തൊഴിലാളികളോട് വളരെ നിഷേധാത്മകമായി നിലപാട് സ്വീകരിക്കുന്ന ഭരണകൂടത്തിൻ്റെ അനാസ്ഥയാണ് ഇന്ന് പുലർച്ചെയും നമ്മുടെയൊക്കെ മനസ്സുകളിൽ വലിയ ആഘാതമുണ്ടാക്കി. സഹോദരൻ വിക്ടറിൻ്റെ മരണവും അതോടൊപ്പം തന്നെ മറ്റ് 3 മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ട വാർത്തയും വന്നത്. ഈ പ്രശ്നം ഈ ജൂൺ ജൂലൈ മാസത്തിൽ കടൽ പ്രക്ഷുബ്ധമാകുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ ഫെബ്രുവരി മാസം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഫിഷറീസ് മന്ത്രിയെ വെള്ളയമ്പലം ബിഷപ്സ് ഹൗസിൽ വിളിച്ച ഈ മുതലപ്പൊഴിയിൽ അദാനിയും കേരള സർക്കാരും തമ്മിൽ തയ്യാറാക്കിയിരിക്കുന്ന കരാർ പ്രകാരം അവിടെ മുതലപ്പൊഴിയിൽ ഡ്രഡ്ജ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. അത് അടിയന്തരമായി ചെയ്യാമെന്ന് പറഞ്ഞിരുന്നതാണ്. അദാനിയുടെ നല്ല വലിയ ഡ്രഡ്ജർ ഇവിടെ വിഴിഞ്ഞത്ത് കിടപ്പുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളിൽ ഒരു നടപടിയും കാണാത്തതുകൊണ്ട് ആ പ്രദേശത്തെ ഈ ഭരണ സർക്കാരിൻ്റെ ജില്ലാ നേതാവിന് ബന്ധപ്പെട്ട് പറഞ്ഞു, വിഴിഞ്ഞത്ത് ഡ്രഡ്ജർ കിടപ്പുണ്ട്, ആ ഡ്രഡ്ജർ കൊണ്ടുവന്ന് 2 ദിവസം മുതലപ്പൊഴിയിൽ മണൽ മാറ്റുകയും അതിനകത്ത് അടിഞ്ഞു കിടക്കുന്ന പാറകളും കല്ലുകളും ഒക്കെ മാറ്റുകയാണെങ്കിൽ ഈ വർഷകാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് സുഗമമായി കടലിൽ പോകാൻ സാധിക്കും. അത് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും പക്ഷേ അതിന്മേൽ ഒരു പ്രതികരണം ഉണ്ടായില്ല. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പത്രത്തിലൂടെയാണ് ഞാൻ വാർത്ത കാണുന്നത്, വിദേശത്ത് നിന്നൊരു ടഗ് വന്നിരിക്കുന്നു. ആ ടഗിൽ കയറ്റി ഈ പറഞ്ഞിരിക്കുന്ന ഡ്രഡ്ജറെ ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടി ആരംഭിക്കുകയാണെന്ന്. അപ്പോൾ തന്നെ വീണ്ടും ഈ അധികാരപ്പെട്ട ആളുകളെയൊക്കെ വിളിച്ചു പറഞ്ഞു, സാർ
അവിടെ ഇപ്പോൾ മണലെടുക്കുന്നത് വെറും ഈ പറഞ്ഞിരിക്കുന്ന കുളത്തിൽ മണലെടുക്കുന്ന പോലൊരു സംവിധാനമാണ്. ആ ഡ്രെഡ്ജർ ഇവിടെ കൊണ്ടുവന്ന് 2 ദിവസം ഡ്രെഡ്ജ് ചെയ്ത് തീർന്നാൽ 7 മീറ്റർ ആഴം വരും. അത് അദാനിയുമായിട്ട് 2018 കേരള സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ഉടമ്പടിയുടെ ഭാഗമാണ്. പക്ഷേ എന്തോ ഈ അദാനിയെ കൊണ്ട് ഈ ജോലി ചെയ്യിക്കാനായിട്ട് ഭരണാധികാരികൾക്ക് സാധിക്കുന്നില്ല. അദ്ദേഹം ഡ്രെഡ്ജറും കൊണ്ടുപോയി. ആ ദിവസങ്ങളിൽ തന്നെയാണ് ഒരു ജോസഫ്, പിന്നെ തുടർന്ന് അബ്രഹാം, ഇപ്പോഴവസാനമായി വിക്ടർ. ഈ സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ 3 മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നു. 10ഓളം ബോട്ടുകൾ അപകടപ്പെട്ട് ഈ പാറയിൽ തട്ടി ഉടഞ്ഞു പോയിരിക്കുന്നു. ഈ പാറയിൽ തട്ടി ഉടഞ്ഞു പോകുന്ന ബോട്ടുകൾ ജീവിതങ്ങളുടെ തകർച്ചയാണ്. ഒരു കുടുംബം പുലർത്താനായിട്ട് ജീവിതം മുഴുവനും അധ്വാനിച്ച് ഇത്തരം ബോട്ടുകൾ വാങ്ങിച്ച് കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോവുകയാണ്. ഞാൻ പറയുന്നത്, കേരള സർക്കാർ അദാനിയെ പ്രതി ചേർത്ത് ഹൈക്കോടതിയിൽ കേസ് കൊടുക്കണം. അദ്ദേഹം കേരള സർക്കാരുമായി നടത്തിയിരിക്കുന്ന ഉടമ്പടി പാലിച്ചിട്ടില്ല. ആ പാലിക്കപ്പെടാതെ ആ സന്ദർഭത്തിൽ 2018 മുതൽ 2024 വരെ ഉണ്ടായിരിക്കുന്ന അപകടങ്ങളുടെ മുഴുവനും ഉത്തരവാദി അദാനിയായിട്ട് മാറ്റണം. എന്നിട്ട് മരിച്ച ആളുകൾക്കൊക്കെ ഈ അടുത്ത കാലത്ത് ഈ പാറ കൊണ്ടുപോകുന്ന സംഗതി സംബന്ധിച്ച് മരണം ഉണ്ടായപ്പോൾ 1 കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കടലിൽ മരണപ്പെട്ടെങ്കിൽ, നല്ല ധീരനായ മത്സ്യത്തൊഴിലാളികൾ മരണപ്പെട്ടെങ്കിൽ അവർക്ക് നല്ല കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് സാധിക്കണം. ഞങ്ങൾ 2022 ഡിസംബർ മാസത്തിൽ സമരം നിർത്തുമ്പോൾ ഞങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദാനം ഇതാണ്: ഈ മുതലപ്പുഴയിലെ അശാസ്ത്രീയമായ നിർമ്മാണം ഉൾപ്പെടെ പ്രശ്നങ്ങൾ മുഴുവനും പരിഹരിക്കാമെന്ന് പറഞ്ഞിരുന്നു. പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പൂനെയിലുള്ള WPRS എന്ന ശാസ്ത്ര സാങ്കേതിക സംവിധാനത്തെ ഇവിടെ കൊണ്ടുവന്നിരുന്നു. ആ സംവിധാനത്തിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായ ആദ്യഘട്ടത്തിൽ കേരള സർക്കാർ കേന്ദ്ര സർക്കാരിന് നൽകിയത് 50 കോടി രൂപയുടെ ഒരു പദ്ധതിയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞു, ഈ 50 കോടി രൂപ എന്ന് പറയുന്നത് മൂക്കിൽ പൊടിയിടുന്നത് പോലെ ആയിരിക്കും, ഇത് അപര്യാപ്തമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി പഠനം നടത്തിയതിൻ്റെ വെളിച്ചത്തിലുള്ള പദ്ധതി രേഖ സമർപ്പിക്കാൻ പറഞ്ഞു. തുടർന്ന് സമർപ്പിച്ചതാണ് 164 കോടി രൂപയുടെ പദ്ധതി. ഈ പദ്ധതിയെ സംബന്ധിച്ചും ആ പദ്ധതി പ്രകാരം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന നിർമ്മാണം സംബന്ധിച്ചും ഒരു രേഖ പത്രത്തിൽ വന്നു. ഈ പഠനങ്ങളൊന്നും കടലറിയുന്ന, കടലിൻ്റെ ഒഴുക്കും രീതികളും ശാസ്ത്രവും അറിയുന്ന മത്സ്യത്തൊഴിലാളികളുമായിട്ട് ചർച്ച ചെയ്യാൻ സന്നദ്ധ കാണിക്കുന്നില്ല. ചില ട്രേഡ് യൂണിയൻ ലീഡേഴ്സ്, പാർട്ടിയിൽപ്പെട്ട ചില ട്രേഡ് യൂണിയൻ ലീഡേഴ്സിനെ മാത്രം ഇരുത്തി ഇങ്ങനെ ആളുകളുടെ മുമ്പിൽ പുകമറ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ 164 കോടി രൂപ ചെലവഴിക്കുമ്പോഴും അതിൽ നിന്ന് ഫലമുണ്ടാകണമെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ അഭിപ്രായം കൂടെ കേൾക്കണം. അതിനകത്ത് വന്ന ഒരു നിർദ്ദേശപ്രകാരമുള്ള ചർച്ചയിൽ ഞങ്ങൾ കണ്ടത് ഈ പുലിമുട്ടിൻ്റെ മുകളിൽ മറ്റൊരു നിർമ്മാണം നടത്തുകയാണ്. അതല്ല വേണ്ടത്. ആ നിർമ്മാണത്തിൻ്റെ രൂപരേഖ നോക്കുകയാണെങ്കിൽ മനസ്സിലാകും, ഈ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ മണല് തെക്ക് നിന്ന് വടക്കോട്ടാണ് നീങ്ങുന്നതെന്ന്. ഫാദർ, നമുക്ക് വിശദമായി വരാം. ഫാദർ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരുപാട് ഉറപ്പുകൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ വിക്ടറിന്റെ മകൾ പ്രതികരിക്കാനുണ്ട് വിഷ്ണുവിനൊപ്പം. ആ ഒരു പ്രതികരണം കണ്ട ശേഷം ഫാദറിലേക്ക് മടങ്ങിയെത്താം. വിഷ്ണു, എന്താണ് വിക്ടറിന്റെ മകൾ പറയുന്നത്? രാത്രി കടലിൽ പോയതാണ്, തിരിച്ച് ജീവനറ്റ പിതാവിനെയാണ് മകൾക്ക് കാണാനായിട്ടുള്ളത്. ഇവിടെ നിരന്തരം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ഫാദർ ആ കാര്യമാണ് വിശദീകരിച്ചുകൊണ്ടിരുന്നത്. എന്താണ് വിക്ടറിന്റെ മകൾക്ക് പറയാനുള്ളത്? അതേ സ്മൃതിക്ക് ഇപ്പം നമ്മുടെ ചർച്ചയിൽ മന്ത്രിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മകൾക്ക് കുറേ ആവശ്യങ്ങളുണ്ട്. അവൾ പരിതാപകര അവസ്ഥയിലാണ്. നമുക്ക് അവരുടെ വാക്കുകളെ പോയിരുന്നത്. അച്ഛൻ ഇന്നലെ വൈകിട്ടാണ് പണിക്ക് വരുന്നത്. വെളുപ്പിന് 2:30 ആയപ്പോൾ പറഞ്ഞു അച്ഛനെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലെന്ന് പറഞ്ഞു. തിരിച്ച് അനിയ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് പറഞ്ഞത് അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞു. ഞങ്ങൾക്കപ്പോൾ തന്നെ എല്ലാം അറിയാം. ഞങ്ങൾക്ക് അച്ഛനാണ് വേഗ തുണിയായിട്ടുള്ള, ഞങ്ങൾക്ക് വേറെ ആരുമില്ല. അച്ഛൻ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 3 മക്കൾക്ക്, ഞങ്ങൾക്ക് വേറെ ആരുമില്ല. ഇങ്ങനെ അപകടത്തിന് സാധ്യതകൾ എന്തെങ്കിലും പറഞ്ഞു? ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം 2 വർഷത്തിന് മുമ്പ് ഇതുപോലെ കടലിൽ
ആ വള്ളമൊക്കെ ഇടയിൽ പോയി അങ്ങനെ അത് ഒരു പ്രാവശ്യം കല്ലിൻ്റെ ഇടയിൽ നിന്നാണ് ഊരിയെടുത്തത്. അന്നിട്ട് നമ്മളെ കഷ്ടപ്പാട് കണ്ടാണ് അച്ഛൻ പണിക്കൊക്കെ പോണത്. അച്ഛനല്ല, ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല. അച്ഛൻ കൊണ്ടുവരുന്നൊക്കെ ഒരു നേരത്തെ കറിക്ക് മീനായാലും അതാണ് ഞങ്ങൾ വേവിച്ച് കഴിക്കുന്നത്. എൻ്റെ ഭർത്താവ് സുഖമില്ലാത്ത ഒരാളാണ്. പിന്നെ ഒരു അനിയത്തിയുണ്ട്. അവർ ഞങ്ങളെല്ലാം ഒരുമിച്ചാണ്. ഓരോരോ വീടുകളിൽ വാടകയ്ക്കൊക്കെയാണ് കഴിയണത്. ഒരു വീട് കിട്ടട്ടെ, അത് അവിടെ അങ്ങനെ കിടക്കണം. ഒരു പൊളിഞ്ഞ കൂട്ടിലാണ് അച്ഛൻ കിടക്കണേ. എല്ലാം വേറെ ആരില്ല, അച്ഛനെ മാത്രമേ ഉള്ളൂ. മന്ത്രിയുണ്ട് ഇപ്പം നമ്മളെ കൂടെ. അച്ഛൻ മന്ത്രിയോട് എന്തെങ്കിലും പറയുന്നുണ്ട്? ഇനി ഇതുപോലെ ഒരു ജീവൻ കൂടെ പോകാൻ വഴി വയ്ക്കല്ലോ. നിങ്ങൾ എങ്ങനെയെങ്കിലും ഇത് അപകടമൊക്കെ മാറ്റണം. ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല. ഞങ്ങൾ അച്ഛനുള്ള ഏകാശ്രയ അച്ഛൻ പോയി. ഇനി ഞങ്ങൾക്ക് ആരെയില്ല. ഇതാണ് ചെറിയ വിഷ്ണു, ഒരു കുടുംബത്തിന്റെ ഏക അത്താണിയാണ് ഇല്ലാതായിരിക്കുന്നത്. മകൾ പറയുന്നു ഇനി ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകരുത്. ഓരോ അപകടത്തിന് ശേഷവും ആ കുടുംബം പറയുന്നത് അങ്ങനെയാണ്, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു, ഇനി ആർക്കും നഷ്ടപ്പെടരുതെന്ന്. പക്ഷേ ഈ നഷ്ടപ്പെടൽ തുടർച്ചയാകുന്ന സാഹചര്യമാണ് മുതലപ്പുഴയിലുള്ളത്. സർക്കാർ വാക്കുകൾ പാഴ്വാക്കുകളാവുകയാണ്. മുതലപ്പുഴ പ്രശ്നത്തിനെതിരായ ലത്തീൻ അതിരൂപത സമരം പാളയത്ത് ഇന്ന് തുടങ്ങിയാണ്. അവിടെ നിന്ന് TV പ്രസാദ് ഉണ്ട്. മാത്രമല്ല ഈ വിഷയത്തിൽ എന്താണ് ശാശ്വത പരിഹാരം, അതിൻ്റെ വിശദമായ വിവരങ്ങളുമായി R ശ്രീജിത്തുമുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികളുടെ നീണ്ട നിര ഈ വാർത്തയിൽ നിൽക്കുകയാണ്. ആദ്യം TV പ്രസാദിലേക്ക്. പ്രസാദ്, എത്ര സമരങ്ങൾ മുതലപ്പൊഴിയുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്ന അപകടങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ തലസ്ഥാനത്ത് കണ്ടതാണ്. ലത്തീൻ അതിരൂപത നടത്തിയ നിരവധി ശക്തമായ സമരങ്ങളുണ്ടായിരുന്നു. മത്സ്യത്തൊഴിലാളികൾ നടത്തിയ സമരങ്ങളുണ്ടായിരുന്നു. ഈ സമരങ്ങളിൽ ഇവർക്കെതിരെ കേസെടുക്കുന്നു. നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പിനെതിരെ തന്നെ കേസെടുത്ത യൂജിൻ പെരേര, വികാരി ജനറൽ യൂജിൻ പെരേരയ്ക്കെതിരെ തന്നെ കേസെടുത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം സർക്കാരുമായി ചർച്ചകൾ, പിന്നീട് ഉറപ്പുകൾ. പക്ഷേ ആ ഉറപ്പുകളൊന്നും പാലിക്കപ്പെടുന്നില്ല എന്ന് തെളിയുകയാണ്. ഇപ്പോൾ തന്നെ മരണം 80 ആയിരിക്കുന്നു. ഓരോ ഘട്ടത്തിലും പലപ്പോഴും 3, 4, 6 അപകടങ്ങൾ വരെ തുടർച്ചയായി ഉണ്ടായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മണലെടുക്കുന്നില്ല യഥാർത്ഥത്തിൽ അവിടെ. എന്താണ് സർക്കാരിന് ഇക്കാര്യത്തിൽ പറ്റുന്നത്? ഈ ഉറപ്പുകൾ എന്തുകൊണ്ട് പാലിക്കപ്പെടുന്നില്ല? എന്താണ് സമരക്കാർ പറയുന്നത്? സ്മൃതി, മത്സ്യത്തൊഴിലാളികൾ ആയതുകൊണ്ട് മാത്രമാണ് അവരുടെ ജീവിതം ഇങ്ങനെ പിടഞ്ഞവസാനിക്കുന്നത് എന്നതാണ് കഴിഞ്ഞ കാലങ്ങളിൽ മുതലപ്പുഴയിൽ സംഭവിച്ചത് കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഒരു സമൂഹത്തിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് വർഷത്തെ മാത്രം കണക്കെടുത്താൽ 80 പേർ അവിടെ മരിക്കുന്നു എന്നുള്ളത് കൃത്യമായി അറിയാവുന്ന സർക്കാർ സംവിധാനത്തിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളിടത്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നമിരിക്കുന്നത്. അവിടെ ഹാർബറിൻ്റെ നിർമ്മാണം അശാസ്ത്രീയമാണ്. അതുകൊണ്ട് തന്നെ പുലിമുട്ടിൻ്റേതുൾപ്പെടെ ശാസ്ത്രീയമായ നിർമ്മാണം ഉണ്ടാകേണ്ടതുണ്ട് എന്ന തീരുമാനം നേരത്തെ തന്നെ ഉണ്ട്. കോടികളുടെ പദ്ധതിയുണ്ട്. ഏറ്റവും ഒടുവിൽ പെരുമാറ്റച്ചട്ടം കഴിഞ്ഞാൽ ഉടനെ നിർമ്മാണം തുടങ്ങും എന്നുവരെ നമ്മുടെ ഫിഷറീസ് മന്ത്രി പറഞ്ഞു വെക്കുകയും ചെയ്തു. സ്മൃതി, ഇതിലുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതായത് ഇത് സംഭവിച്ചത് ഒരു മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ടവർക്കല്ല എന്നതായിരുന്നുവെങ്കിൽ വേറെ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ഇത്ര വലിയ അത്യാഹിതങ്ങൾ ദിവസവും സംഭവിക്കുന്നത് എങ്കിൽ ഒരുപക്ഷെ സർക്കാർ ഈ നിലപാടെടുക്കുമായിരുന്നോ എന്ന ചോദ്യമാണ് മത്സ്യത്തൊഴിലാളികൾ ചോദിക്കുന്നത്. അതുതന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സംഘടനകൾക്കും ചോദിക്കാനുള്ളത്. ശാസ്ത്രീയമായ ഒരുപാട് പഠനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അതിന് സംവിധാനവുമുണ്ട്. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തിയാൽ വളരെ കൃത്യമായി ഈ അപകടം ഒഴിവാക്കാൻ കഴിയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അപകടത്തിൽപ്പെട്ടാൽ ആ സമയത്ത് രക്ഷിക്കാനുള്ള സംവിധാനം പോലും അവിടെ ഇല്ല എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഏറ്റവും ഗുരുതരമായ കൃത്യവിലോപം സർക്കാരിൻ്റെ ഭാഗത്തുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. സ്മൃതി, നമ്മൾ ഒരുപാട് അപകടങ്ങൾ കണ്ടു, നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു, നമ്മൾ തോണികൾ മറിയുന്നത് ഉൾപ്പെടെ അവിടെ കണ്ടു, വലിയ തിരമാലയിൽപ്പെട്ട തോണികൾ. അങ്ങനെ മറിഞ്ഞ് അവിടെ കരക്കെത്തിക്കാൻ മത്സ്യത്തൊഴിലാളികളല്ലാതെ മറ്റൊരാളും അവിടെ മുതലപ്പുഴയിലില്ല. മാത്രമല്ല, അങ്ങനെ പുറത്തെത്തിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ അതേസമയം കൊണ്ടുപോകാനുള്ള ഒരു ആംബുലൻസ് സൗകര്യം പോലുമില്ല. സർക്കാരിന് കൃത്യമായി പറയാം. ഇപ്പോൾ സർക്കാർ എന്താണ് മത്സ്യത്തൊഴിലാളികളോട് പറയുന്നത്? നിങ്ങൾ അതുവഴി പോവുകയേ ചെയ്യരുത്. അതുവഴി പോയാൽ അപകടമുണ്ട്. പകരം ഇവർ ഒന്നിക്കൽ കൊല്ലം വഴി പോകണം, അതല്ലെങ്കിൽ വിഴിഞ്ഞം വഴി പോകണം. നമുക്ക് മണ്ണെണ്ണയുടെ വിലയറിയാം, അവരുടെ ബുദ്ധിമുട്ടറിയാം. വളരെ കഷ്ടപ്പെട്ട ജീവിതമാണ് അവർ നയിക്കുന്നത്. പുറംകടലിൽ പോയി മത്സ്യം പിടിച്ച് വരണമെങ്കിൽ തന്നെ വലിയ ചെലവാണ്. പലപ്പോഴും അതിൻ്റെ മീൻ അവർക്ക് കിട്ടുകയുമില്ല, അതിൻ്റെ വരുമാനം അവർക്കില്ല. അങ്ങനെയുള്ള മത്സ്യത്തൊഴിലാളികളോട് നിങ്ങൾ കൊല്ലം വഴി കറങ്ങിപ്പോയിക്കോ അല്ലെങ്കിൽ വിഴിഞ്ഞം വഴി കറങ്ങിപ്പോയിക്കോ എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ ഫിഷറീസ് മന്ത്രി മാറുകയാണ്, സർക്കാർ സംവിധാനം മാറുകയാണ്.
80 ജീവൻ പൊലിഞ്ഞിട്ടും അത് പരിഹരിക്കാനുള്ള ഒരു ഇടപെടലുണ്ടാകുന്നില്ല. നേരത്തെ യൂജിൻ പെരേര പറഞ്ഞു, കഴിഞ്ഞ വിഴിഞ്ഞം സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളിലൊന്ന് മുതലപ്പൊഴി അപകട മുനമ്പാകുന്നു, അതിന് പരിഹാരം ഉണ്ടാകണമെന്നുള്ളത് തന്നെയാണ്. അതിന് പരിഹാരമുണ്ടാക്കും എന്ന് പറഞ്ഞാണ് സർക്കാർ അവരെ സമാധാനിപ്പിച്ചതും ഒടുവിൽ സമരം നിർത്തിയതും. പക്ഷേ ഇപ്പോഴും അപകടങ്ങൾ യഥേഷ്ടം തുടരുന്നു. സ്മൃതി, പല സമരങ്ങൾ കണ്ടു തലസ്ഥാന നഗരം. കഴിഞ്ഞ വർഷവും അതിൻ്റെ മുന്നത്തെ വർഷവും എല്ലാം സമരം കണ്ടു തിരുവനന്തപുരം നഗരം. ഇന്നും അങ്ങനെയുള്ളൊരു സമരം നടത്തുകയാണ് KLCN നേതൃത്വത്തിൽ. പാളയം മുതൽ നിയമസഭ വരെയാണ് സമരം. നിയമസഭയ്ക്ക് മുന്നിൽ ഈ സമരത്തെ തടുക്കാൻ വേണ്ടി ജലപീരങ്കി ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളുമായി പോലീസ് തയ്യാറായി കഴിഞ്ഞു. ഏതാണ്ട് 11:30 സമരം ഇവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവരെ തടയും, അവരിവിടുന്ന് പ്രസംഗിക്കും, തിരിച്ചു പോകും. ഒരുപക്ഷെ നേതാക്കളോടോ സർക്കാരിന് മന്ത്രിമാരോടോ സംസാരിച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അവരെ മടക്കി അയക്കുകയും ചെയ്യും. പിന്നെയും മുതലപ്പൊഴിയിൽ മത്സ്യത്തൊഴിലാളികൾ വീണ് മരിക്കും എന്നുള്ളതിലുപരിയായിട്ട് കഴിഞ്ഞ കുറെ കാലം സമരത്തെ നേരിടാൻ എല്ലാ സംവിധാനങ്ങളും സജ്ജമാണ്. പക്ഷേ ഈ ദുരന്തത്തെ നേരിടാൻ ഒരു കാര്യവും ചെയ്യുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ ശ്രീ അടൂർ പ്രകാശ് MP ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അടൂർ പ്രകാശ്, മുതലപ്പൊഴിയിൽ ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു. ഇത് തുടർച്ചയായി പല ഘട്ടങ്ങളിലായി ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വോട്ട് ബാങ്ക് ആണ്, ഇവരുടെ വോട്ട് നേടി തന്നെ വിജയിക്കണം എന്നുള്ള ഒരു കാര്യം എല്ലാവരുടെയും മുന്നിലുണ്ട്. ആ സമയത്ത് ഇവരുടെ അടുത്തേക്ക് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഓടിയെത്തും. പക്ഷേ ഒരു പരിഹാരം, അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം, അടിയന്തരമായ പ്രശ്നം, അതിൽ നടപടി ഉണ്ടാകുന്നില്ല. മുതലപ്പൊഴിയിൽ അപകടമാണ്, അങ്ങോട്ട് പോകേണ്ട എന്ന് പറയാനായി ഒരു സർക്കാർ സംവിധാനം ആവശ്യമില്ലല്ലോ. നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിൽ അത്ര യാഥാർത്ഥ്യമുള്ള കാര്യമല്ല. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ഉണ്ടായിട്ടുള്ള അപകടങ്ങളും ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ചും ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യമായി അവതരിപ്പിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ ഞാനാണ് ഈ കാര്യങ്ങൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ആ ശ്രദ്ധയിൽ കൊണ്ടുവന്നതിന് ശേഷം നിരവധി ആളുകൾ അവിടെ ചെല്ലുകയും നിരവധി നേതാക്കന്മാരും മന്ത്രിമാരും അവിടെ എത്തിച്ചേരുകയും അതിന് തക്കതായ നടപടികൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോകുന്നതല്ലാതെ സംസ്ഥാന സർക്കാർ അതിന് വേണ്ടുന്ന ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യങ്ങൾ ഏവരും അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. കാരണം ഈ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങൾ അത് ചെയ്യാതെ ഇന്ന് ഒഴിഞ്ഞു മാറി പോകുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. കാരണം പലപ്പോഴും ഇപ്പൊ 72ഓളം മരണം അവിടെ സംഭവിച്ചു. ആ 72ഓളം മരണം സംഭവിച്ചപ്പോഴും സർക്കാരിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ മന്ത്രിമാര്, വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഉൾപ്പെടെയുള്ള അവിടെ ചെന്നില്ലെങ്കിലും അല്ലെങ്കിൽ ഇവിടെ ഓഫീസിൽ വിളിച്ചു വരുത്തി ആ പാവങ്ങളെ കബളിപ്പിച്ചു വിടുന്ന ഒരു ഏർപ്പാടാണ് നടന്നിട്ടുള്ളത്. ഈ പാർലമെന്റിൽ എന്റെ ചോദ്യത്തിന് മറുപടിയായി തന്നെ പല ഉത്തരങ്ങളും നൽകിയിട്ടുണ്ട്. ആ ഉത്തരങ്ങളിൽ എല്ലാം തന്നെ ഈ സംസ്ഥാന സർക്കാർ അത് ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്നില്ല എന്നുള്ള മറുപടിയാണ് കിട്ടിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന് പരാതി സർക്കാരിനെതിരെ മാത്രമാണോ? അദാനി ഗ്രൂപ്പ് ഇക്കാര്യത്തിൽ കാര്യങ്ങൾ നടപ്പാക്കുന്നില്ല. അവിടെ 3 മാസത്തിലൊരിക്കൽ മണൽ നീക്കം ചെയ്യേണ്ടതുണ്ട്. അത് തന്നെ അദാനി ഗ്രൂപ്പിനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ കൊടുത്ത ഒരു മറുപടി എനിക്ക് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അദാനി ഗ്രൂപ്പുമായി അതിന്റെ ചില ഉത്തരവാദിത്വമുള്ള ചില ആളുകളുമായി സംസാരിക്കുന്ന അവസരത്തിൽ അവർ പറയുന്നത് ഞങ്ങൾക്കതിന് ഉത്തരവാദിത്വം ഇല്ല, അവരുടെ ആവശ്യം കഴിഞ്ഞു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഈ പാറ കൊണ്ടുവന്ന് അവർക്ക് ഷിപ്മെന്റ് ചെയ്ത് വിഴിഞ്ഞത്തേക്ക് കൊണ്ടുപോകണമെന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യപ്രാപ്തി കഴിഞ്ഞതിന് ശേഷം അവരുടെ പീരീഡ് കഴിഞ്ഞു എന്ന് അവരിപ്പോ പറയുന്നു. ഏതായാലും ഈ പാവപ്പെട്ട ആളുകളോട് കാണിക്കുന്ന ഒരു അനീതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അനീതിക്കെതിരെ തീർച്ചയായിട്ടും പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ ഇത് വീണ്ടും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടുന്ന നടപടികൾ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കും എന്ന് ഞാൻ ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രീ അടൂർ പ്രകാശ്, ദയവായി ലൈനിൽ തുടരാം. ഫാദർ യൂജിൻ പെരേരയും നമ്മോടൊപ്പം ഈ ചർച്ചയിലുണ്ട്. ഫാദർ യൂജിൻ പെരേര, ഇപ്പോൾ അടൂർ പ്രകാശ് MP പറഞ്ഞ കാര്യങ്ങൾ താങ്കളും കേട്ടിരിക്കുമല്ലോ. കേന്ദ്ര സർക്കാർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, സംസ്ഥാന സർക്കാർ മാത്രമാണ് ഇക്കാര്യത്തിൽ പ്രതി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. പാർലമെന്റിൽ അദ്ദേഹം ഈ വിഷയം അവതരിപ്പിച്ച കാര്യവും പറയുന്നു. എന്താണ് MP യോട് താങ്കൾക്ക് പറയാനുള്ളത്?
ഈ മുതലപ്പുഴയിൽ ഈ ഹാർബർ നിർമ്മിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ 75% ഫണ്ട് നൽകിയിട്ടുണ്ട്. കേരള സർക്കാർ 25% നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു കൂട്ടുത്തരവാദിത്വമാണ്. കേന്ദ്ര സർക്കാരിന് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ല. കേന്ദ്രത്തിൽ ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയൊക്കെ ഇവിടെ വന്നിരുന്നു. അത് ആ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ്. ആ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ട് വരിക മാത്രമല്ല, കേരളത്തിൽ നിന്ന് നൽകിയ 50 കോടി രൂപയുടെ പദ്ധതി അത് അപര്യാപ്തമാണെന്നും കൃത്യമായി പദ്ധതി രേഖ തയ്യാറാക്കി കൊടുക്കണമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കേരള സർക്കാരിൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ കൂടെ സഹകരിപ്പിച്ചുകൊണ്ട് ഈ പദ്ധതിയിലുള്ള അശാസ്ത്രീയമായ നിർമ്മാണം മുഴുവനും എങ്ങനെ പരിഹരിക്കും? അതവിടെ തീരുന്നില്ല. ഇവിടെ MP പറഞ്ഞു അദാനിയുടെ കാലഘട്ടം തീർന്നെന്ന്. അദാനി 2018 പൊളിച്ചിട്ട ആ പുലിമുട്ടിൻ്റെ 300ഓളം മീറ്റർ അവിടെ തുറന്നെടുക്കുകയാണ്. ഇന്നലത്തെ അപകടത്തിൻ്റെ കാര്യം കൂടി പരിശോധിച്ചാൽ ഈ കടലിൽ നിന്ന് പുഴയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ തിരയിളക്കവും അതോടൊപ്പം തന്നെ അത് തെക്കോട്ടാണ്, കാരണം അവിടെ പൊളിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അദാനിയെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റത്തില്ല. അദാനിയെ ലീഗലായിട്ട് തന്നെ അതിന് കേരള സർക്കാർ ഉത്തരവാദിത്വം എടുക്കണം. അദ്ദേഹം സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ മനസ്സാകുന്നില്ലെങ്കിൽ കേരള സർക്കാർ തന്നെ മുൻകൈ എടുത്ത് അദ്ദേഹത്തെ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരാനും ഈ 2018 ശേഷമുണ്ടായിട്ടുള്ള എല്ലാ അപകടങ്ങൾക്കും എല്ലാ മരണങ്ങൾക്കും ഉത്തരവാദി അദ്ദേഹത്തെ ആക്കിക്കൊണ്ട് അദ്ദേഹം ആ മരണപ്പെട്ട ആളുകൾക്കും അതോടൊപ്പം തന്നെ യാനങ്ങൾ നഷ്ടപ്പെട്ട ആളുകൾക്കൊക്കെ കോമ്പൻസേഷൻ കൊടുക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അതിനെന്തിനാണ് അദ്ദേഹത്തെ താലോലിക്കുന്നത്? അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിരുന്ന സന്ദർഭത്തിൽ ഞങ്ങളൊക്കെ പറഞ്ഞു, സമയത്ത് തന്നെ അത് ഇടപെട്ട് പണി പൂർത്തിയാക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഈ ഒരു ചിറ്റമ്മ നയമാണ്. ഫാദർ യൂജിൻ പെരേര, താങ്കൾ പറയുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ കൂട്ടുത്തരവാദിത്തമാണെന്ന്. കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ ഒരു പദ്ധതി സമർപ്പിക്കുന്നു, അത് 50 കോടിയുടേതാണ്. അപ്പോൾ അത് അപര്യാപ്തമാണ്, അതിലും കൂടുതൽ തുക അതിൽ ചെലവാക്കേണ്ടതുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ അങ്ങോട്ട് പറയുന്നൊക്കെയുണ്ട്. പക്ഷേ എത്രത്തോളം കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ നടപടി എടുക്കുന്നുണ്ട് എന്ന ചോദ്യം കൂടിയുണ്ടല്ലോ. നിങ്ങളെ ഇരുട്ടിൽ നിർത്തുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് ഫാദർ യൂജിൻ പെരേര. അല്ല, ഞങ്ങൾ കേന്ദ്ര സർക്കാരിനെയും കേരള സർക്കാരിനെയും തുല്യമായിട്ട് അതിന് ഉത്തരവാദികളായിട്ടാണ് കാണുന്നത്. പക്ഷേ കേരള സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും മാത്രമല്ല, ഇവിടെ ഒരു ഏജൻറ്റ് ഈ നിർമ്മാണത്തെ പൊളിച്ച് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചൊരു കരാറുകാരൻ ഇവിടെയുണ്ട്. ആ കരാറുകാരനെ ഞങ്ങൾ വെറുതെ വിടുന്നില്ല. ആ കരാറുകാരനെ ആദ്യമായിട്ട് ഇതിൻ്റെ ഉത്തരവാദിയാക്കിക്കൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കണം. അവിടെ ഈ പൊളിച്ചിട്ട പുലിമുട്ട് ദൂരം നേരെയാക്കിയിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് അത് നേരെയാക്കാനായിട്ട്. നേരെയാക്കാത്ത സാഹചര്യത്തിൽ ഈ വിഴിഞ്ഞത്തെ കരാറുകാരൻ്റെ വലിയ ഉത്തരവാദിത്വമാണുള്ളത്. അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുമിച്ച് പ്രവർത്തിക്കണം. അതിനകത്ത് ബഹുമാന്യനായ MP അടൂർ പ്രകാശ് പറഞ്ഞതുപോലെ നേരത്തെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന കടൽക്ഷോഭം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 7 കാര്യങ്ങൾ ചെയ്യാമെന്ന് ഞങ്ങൾക്ക് ഇവിടുത്തെ ഫിഷറീസ് മന്ത്രി വാഗ്ദാനം തന്നിരുന്നു. പക്ഷേ ഒന്നും ചെയ്തിട്ടില്ല. അതാണ് സ്ഥിതിവിശേഷം. അതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന പോലെ അദാനിയെ ഇതിൻ്റെ പ്രശ്നത്തിൻ്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് തന്നെ ഇതൊക്കെ പരിഹരിക്കാനായിട്ട് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങൾ. ശരിയാണ് ഫാദർ യൂജിൻ പെരേര. ആരൊക്കെയാണ് ഒത്തുകളിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും പുറത്തു വരേണ്ടതുണ്ട്. ആർ ശ്രീജിത്ത് കൂടി ഈ വിഷയം വിശദമായി തന്നെ പഠിച്ച ആർ ശ്രീജിത്ത് ഇപ്പോൾ മുതലപ്പുഴയിലെ അപകടങ്ങൾ തുടർക്കഥയാകുകയാണ്. ആ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നു. ആ ഘട്ടങ്ങളിലൊക്കെ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങുന്നു, സമരത്തിലേക്ക് ഇറങ്ങുന്നു. പിന്നീട് കേസ്, സംഘർഷ സാഹചര്യം, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ വീണ്ടും അതേ സാഹചര്യം ആവർത്തിക്കുകയാണ്. ഈ പുലിമുട്ട് നിർമ്മാണം തന്നെ അശാസ്ത്രീയമാണ് എന്നുള്ള വാദം നേരത്തെ തന്നെ ഉയർന്നതാണ്. അത് ഇപ്പോൾ പൊളിച്ചിട്ടിരിക്കുന്നു എന്ന് ഇപ്പോൾ യൂജിൻ പെരേര പറയുകയാണ്. മണൽ നീക്കം ചെയ്യേണ്ടത് 3 മാസത്തിലൊരിക്കൽ മണൽ നീക്കം ചെയ്യാമെന്ന ഉറപ്പ് അദാനി ഗ്രൂപ്പ് നൽകുന്നു. അതിപ്പോൾ നടക്കുന്നില്ല. എന്തിന് അവിടെ ഇപ്പോൾ ലൈറ്റുകൾ പോലും ഇല്ല രാത്രി സമയത്ത് എന്ന് പറയുന്നു. അപ്പോൾ പൂർണ്ണമായും അവഗണിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രദേശം, ഇവിടേക്ക് പോകണ്ട, ഇവിടെ അപകടമാണ്, ഇതുവഴി പോകരുത് എന്നാണോ സർക്കാർ പറയേണ്ടത്? യഥാർത്ഥത്തിൽ എന്താണ് സർക്കാരിന് മുന്നിലെ പ്രതിസന്ധി? സംസ്ഥാന സർക്കാരിന് മുന്നിലെ പ്രതിസന്ധി എന്താണ്?
സ്മൃതി, കഠിനംകുളം കായലും അറബിക്കടലും ചേരുന്ന അഴിമുഖമാണ് മുതലപ്പൊഴി എന്ന് പറയുന്നത്. അവിടെ നേരത്തെ ഒരു ഫിഷ് ലാൻഡിംഗ് സെന്റർ ആയിരുന്നു, പിന്നീട് അത് ഒരു മത്സ്യബന്ധന തുറമുഖമായി വികസിപ്പിച്ചു. അങ്ങനെയാണ് വലിയ പുലിമുട്ടും മറ്റും വന്നത്. പുലിമുട്ടിന്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ഈ മുതലപ്പൊഴിയിൽ അപകടങ്ങൾ ആവർത്തിക്കാനുള്ള ഒന്നാമത്തെ കാരണം. ഈ മുതലപ്പൊഴിയിൽ പുലിമുട്ട് നിർമ്മാണത്തിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് തുടർച്ചയായി 2015 മുതൽ ഇടവിട്ട് അപകടങ്ങൾ ഉണ്ടാകുകയും ആളുകൾ മരിക്കുകയും ചെയ്യുന്നത് ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഇതിനിടയ്ക്കാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ പുലിമുട്ടിന്റെ ഇടതുഭാഗത്ത് 150 മീറ്ററോളം ഈ അദാനിക്ക് വിഴിഞ്ഞത്തേക്ക് പാറ കൊണ്ടുപോകുന്നതായി അവിടെ ബാർജുകൾ അടുക്കുന്നതിന് വേണ്ടി 150 മീറ്റർ പുലിമുട്ട് അവിടെ പൊളിച്ചു മാറ്റി. ആ പൊളിച്ചു മാറ്റിയപ്പോൾ അവിടെ നേരത്തെ നിർമ്മിച്ച ഇടതുവശ പുലിമുട്ടിന്റെ പാറക്കെട്ടുകൾ ഇളകിയ പാറകൾ ശക്തമായ തിരയടിയിൽ അഴിമുഖത്തേക്ക് വീണു. അവിടെ നേരത്തെ തന്നെ മണലടിയുന്ന ഒരു പ്രതിഭാസം ഈ പുലിമുട്ടിന്റെ അശാസ്ത്രീയത മൂലം അവിടെ ഉണ്ട്. പുലിമുട്ടിന്റെ അശാസ്ത്രീയത മൂലം അവിടെ ഇത്തരത്തിൽ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ അപ്പോഴാണ് ഈ പാറ ഇളകി അവിടെ ഈ അഴിമുഖത്തേക്ക് വീഴുന്നത്. അഴിമുഖത്തേക്ക് വീഴുക കൂടി ചെയ്യുമ്പോൾ മണൽ വന്ന് അടിയാനുള്ള സാധ്യതകൾ കൂടി. മാത്രമല്ല ഈ തിരയടി തെക്ക് നിന്ന് വടക്കോട്ടാണ് ഈ തിരയുടെ ഒരു ഒഴുക്ക്. മാത്രമല്ല ഈ സാധാരണ പുലിമുട്ടിട്ട് കഴിഞ്ഞാൽ അകത്തേക്ക് പോയി അഴിമുഖത്തിനകത്തേക്ക് തിരയടിക്കുന്ന പതിവില്ല. എന്നാൽ ഇവിടെ ഈ പുലിമുട്ടിന്റെ ഇടതുഭാഗത്ത് 150 മീറ്ററോളം ഈ പാറ കൊണ്ടുപോകുന്നതിനായി പൊളിച്ചതിന് ശേഷം അകത്തേക്ക് തിരയടിച്ച് കയറുകയാണ്. അതായത് മത്സ്യബന്ധന യാനങ്ങൾ മത്സ്യബന്ധന ഉപകരണങ്ങളുമായി കടലിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഈ അഴിമുഖത്തിനകത്തേക്ക് തിര ശക്തമായി അടിച്ചു കയറും. അങ്ങനെയാണ് ഈ വള്ളങ്ങൾ ആദ്യമായി പൊങ്ങി മാറുന്നത്. ഇങ്ങനെ പൊങ്ങുന്ന വള്ളങ്ങൾ വെള്ളത്തിലേക്ക് വീണ്ടും ലാൻഡ് ചെയ്യുമ്പോൾ മണൽത്തിട്ടയുള്ള ഭാഗമാണെങ്കിൽ വീണ്ടും തിരയടിക്കും. അങ്ങനെയാണ് ഈ വള്ളങ്ങൾ അവിടെ മറിയുന്ന ഒരു സംഭവങ്ങൾ ഉണ്ടാകുന്നത്. നേരത്തെ നിരവധി തവണ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചതാണ്. അശാസ്ത്രീയമായ നിർമ്മാണം ഈ ബാർജുകൾ അടുക്കാൻ വേണ്ടി അദാനി കമ്പനിക്ക് വേണ്ടി പൂട്ടി ഈ പുലിമുട്ട് പൊളിച്ചു. എന്നാൽ ഈ പുലിമുട്ട് പൊളിച്ചെങ്കിലും ആദ്യ കുറേ കാലത്ത് പാറ കൊണ്ടുപോയതല്ലാതെ ഇത് പൂർണ്ണമായി ഉപയോഗിക്കാൻ അദാനി കമ്പനി തയ്യാറായില്ല. മാത്രമല്ല ബാർജുകൾ നേരിട്ട് വിഴിഞ്ഞത്ത് അടുക്കുന്ന സ്ഥിതിയും മറ്റും ഉണ്ടായി. അങ്ങനെ പാറ കൊണ്ടുപോകുന്നത് അവിടെ പൂർണ്ണമായി ഇവർ ഉപയോഗിച്ചുമില്ല. എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ നിർമ്മിച്ച കോടിക്കണക്കിന് രൂപ ചെലവിട്ട് നിർമ്മിച്ച പുലിമുട്ട് അവിടെ തകരുകയും ചെയ്തു. ഈ പുലിമുട്ട് പുനഃസ്ഥാപിക്കുകയും ഇതിന്റെ നിർമ്മാണം ശാസ്ത്രീയമായിട്ടുള്ള കുറ്റമറ്റ രീതിയിൽ പരിഹരിക്കുകയും ചെയ്തില്ലെങ്കിൽ ഇവിടെ അപകടങ്ങൾ ആവർത്തിക്കുകയും ചെയ്യും. അതിനു പകരം അതുവഴി മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന് പറഞ്ഞാൽ അത് ഒരു തരത്തിലും മത്സ്യത്തൊഴിലാളികൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. പിന്നീട് അവർക്ക് ഒരുപക്ഷെ നീണ്ടകര ഭാഗത്തോ അല്ലെങ്കിൽ വിഴിഞ്ഞം ഭാഗത്തോ വാടി ഭാഗത്തോ ആണ് പിന്നീട് മീൻ പിടിക്കാൻ പോകേണ്ടത്. എന്നാൽ അഞ്ചുതെങ്ങ് മേഖല, പെരുമാത്ര മേഖല തുടങ്ങിയവരിൽ നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾ ഈ കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് സർക്കാർ എന്ന നിലയിൽ ഇതിനുള്ള പരിഹാരം ഈ പുലിമുട്ടിന്റെ അശാസ്ത്രീയത പരിഹരിക്കുക, ഒപ്പം തന്നെ അവിടുത്തെ കല്ലുകൾ ടെട്രാപോഡുകളും നന്നായി അടുക്കി പുലിമുട്ടിന് നീളം കൂട്ടുക, ഒപ്പം അദാനി കമ്പനിക്ക് വേണ്ടി പൊളിച്ച പുലിമുട്ട് പുനഃസ്ഥാപിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യാതെ ഈ മുതലപ്പൊഴിയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പാണ്. ശരി, ശാശ്വത പരിഹാരം അത് അകലെയാണ്. പക്ഷേ ആ കാര്യം നടപ്പാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോൾ അപര്യാപ്തമാണ്. ഇക്കാര്യത്തിൽ അദാനി ഗ്രൂപ്പാണ് ചെയ്യേണ്ടത്. പക്ഷേ അദാനി ഗ്രൂപ്പിനെ കൊണ്ട് അത് ചെയ്യിക്കാൻ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. പ്രസാദ്, ഇപ്പോൾ സമരം എവിടെ നിന്ന് എങ്ങോട്ടേക്ക് സമരം നടത്താനാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ തീരുമാനിച്ചിരിക്കുന്നത്? അവരുടെ സമരം നേരിടാനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുക്കിയിരിക്കുന്നു. തടയാനായി പോലീസ് സംവിധാനം സജ്ജമായിരിക്കുകയാണ്. അവിടെ സമരക്കാർ എത്തി തുടങ്ങിയോ? അതേ സ്മൃതി, പോലീസിൻ്റെയും സർക്കാരിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം അവരുടെ സമരം എവിടേക്കും കയറിപ്പോകരുത് എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ മുൻകരുതൽ എടുക്കാനുള്ള നല്ല ഒരു ധൃതി പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ ഒരു ശ്രമം മുതലപ്പൊഴിയിൽ നേരത്തെ നടത്തിയിരുന്നുവെങ്കിൽ, അതായത് ഇങ്ങോട്ടേക്ക് ആളുകൾ വന്നാൽ അകത്തേക്ക് കയറാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ ഇത് നടത്തുന്നത്. അങ്ങനെയെങ്കിൽ ഈ 80 മത്സ്യത്തൊഴിലാളികൾ മരിച്ചു വീഴുന്ന സമയത്തും അവിടുത്തെ അശാസ്ത്രീയമായ പുലിമുട്ടിൻ്റെ നിർമ്മാണമാണെന്നും അവിടെ തകർത്ത പുലിമുട്ടിൻ്റെ കാരണമാണ് അവിടെ മരിക്കുന്നതെന്നും അറിയാത്തവരല്ല സർക്കാർ. പക്ഷേ അവരുടെ മരണം തടയാനുള്ള ഒരു മുന്നൊരുക്കവും ഈ സർക്കാർ നടത്തുന്നില്ല എന്നുള്ളതാണ്. സ്മൃതിയുടെ ചോദ്യത്തിലേക്ക് വന്നാൽ പാളയത്ത്
പാളയത്ത് നിന്നാണ് സമരം തുടങ്ങുന്നത്. പാളയത്ത് നിന്ന് യൂജിൻ പെരേര ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് സമരം നിയമസഭയിലേക്ക് പറഞ്ഞിരിക്കുന്നത്. 10:30 തുടങ്ങുമെന്നാണ് പറഞ്ഞതെങ്കിലും 11 മണി കഴിയാനുള്ള സാധ്യതയുണ്ട്. 11-11:30 കൂടിയാണ് നിയമസഭയിലേക്ക് സമരം എത്താനുള്ള ഒരു സാധ്യത. സമരക്കാരെ പ്രതിരോധിക്കാൻ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. ബാരിക്കേഡ് ഓൾറെഡി ഒരുങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ പിറകിൽ ജലപീരങ്കിയുണ്ട്. ഇനിയിപ്പോൾ കൂടുതൽ പോലീസ് സംവിധാനം ഇവിടെ എത്തും. അങ്ങനെ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ എത്തി അവരുടെ പ്രതിഷേധം അറിയിച്ച് തിരിച്ചു പോകും. ഇത് തന്നെയാണ് കഴിഞ്ഞ കുറേ വർഷമായി മുതലപ്പുഴയുടെ വിഷയത്തിൽ സംഭവിക്കുന്നത്. ഒടുവിൽ യഥാർത്ഥത്തിൽ ഗതികെട്ടാണ് വിഴിഞ്ഞം സമരം അതിശക്തമായി ലത്തീൻ രൂപതയുടെ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ നടത്തിയത്. അതിൽ കൊടുത്ത വാഗ്ദാനങ്ങൾ പോലും പാലിക്കാനാവാതെ ഇപ്പോഴും മത്സ്യത്തൊഴിലാളികൾ അവിടെ പിടഞ്ഞു വീണ് മരിക്കുന്നത് കണ്ടു നിൽക്കുകയാണ് ഈ സർക്കാർ എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒരുപക്ഷെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗമായതുകൊണ്ടാണോ സർക്കാർ ഇവരോട് ഈ അവഗണന കാണിക്കുന്നത് എന്നതാണ്. അതായത് ഒന്നിക്കൽ അതിലൂടെ പോയാൽ മരണം ഉറപ്പാക്കിയിട്ടാണ് ആ പൊഴി മുറിച്ച് കടക്കുന്നത് എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ സ്മൃതി അവിടെ അറ്റ്ലീസ്റ്റ് ഒരു ആംബുലൻസ് സംവിധാനം വേണ്ടേ? അതല്ലെങ്കിൽ ഒരാൾ വെള്ളത്തിൽ വീണാൽ എടുക്കാനുള്ള മറ്റ് കോസ്റ്റ് ഗാർഡിനെ പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടേ? ഇതൊന്നുമില്ല. മറ്റ് വള്ളങ്ങളിലെത്തുന്ന മത്സ്യത്തൊഴിലാളികളാണ് ഈ കടലിൽ വീണവരെ രക്ഷപ്പെടുത്തുന്നത്. നമ്മളിപ്പോൾ മരിച്ചവരുടെ കണക്ക് മാത്രമാണ് പ്രധാനമായും ഹൈലൈറ്റ് ചെയ്യുന്നത് സ്മൃതി. ഇത് മാത്രമല്ല, വലിയ രീതിയിൽ പരിക്കേറ്റ് മരണത്തെ മുഖാമുഖം കണ്ട് എന്തോ ഭാഗ്യം കൊണ്ട് മാത്രം ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന നൂറുകണക്കിന് ആളുകളാണ് മുതലപ്പുഴയിൽ വീണത്. തീർച്ചയായും പ്രസാദ്, ഇപ്പോൾ അപകടം സംഭവിച്ചാൽ ആദ്യം എത്തേണ്ട കോസ്റ്റൽ പോലീസിന്റെ റെസ്ക്യൂ ബോട്ട് കട്ടപ്പുറത്താണ്. ഇതൊക്കെ എത്ര തവണ റിപ്പോർട്ട് ചെയ്തിട്ടും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഞാൻ റിന്യൂവിലേക്ക് പോവുകയാണ്. റിനു, ഇപ്പോൾ ഇവിടെ മുതലപ്പുഴയിൽ അപകടം നടന്ന സ്ഥലത്താണല്ലോ റിനു ഉണ്ടായത്. ആ സ്ഥലത്ത് നടന്നുകൊണ്ട് ഏത് ഭാഗത്താണ് അപകടമുണ്ടായത്, എങ്ങനെയാണ് അപകടം സംഭവിക്കുന്നതെന്ന് ദൃശ്യങ്ങളുടെ സഹായത്തോടൊന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. ഏത് ഭാഗത്താണ്? അവിടെ മണൽ നിറഞ്ഞ് കടലിൻ്റെ ആഴം കുറയുകയാണ്. അങ്ങനെയാണല്ലോ ഈ അപകടം സംഭവിക്കുന്നത്. എത്ര കാലമായി അവിടെ നിന്ന് മണൽ നീക്കം ചെയ്തിട്ട്? 3 മാസം കൂടുമ്പോൾ അവിടെ നിന്ന് മണൽ നീക്കം ചെയ്യുമെന്നുള്ള അദാനി ഗ്രൂപ്പിൻ്റെ ഉറപ്പാണ് ലംഘിക്കപ്പെടുന്നത് തുടർച്ചയായി. തീർച്ചയായും സ്മൃതി, മുതലപ്പുഴി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം മരണപ്പുഴി എന്ന് മാത്രമേ നമുക്ക് ഈ പ്രദേശത്തെ നമുക്ക് പറയാൻ കഴിയൂ. കാരണം ഞാൻ ഈ ചിത്രത്തിൽ കാണുന്ന ആ സ്ഥലം, അതായത് 2 പുലിമുട്ടുകൾക്കിടയിലൂടെയാണ് മത്സ്യബന്ധനത്തിന് പോയി തിരിച്ച് ഹാർബറിലേക്ക്, പഴയ ഫിഷിംഗ് ലാൻഡ് സെൻറ്ററിലേക്ക്, പുതിയ ഹാർബറിലേക്ക് വള്ളങ്ങൾ കയറി വരുന്നത്. നമുക്ക് ഈ കാണുന്ന തിരയടിക്കുന്ന സ്ഥലം, ഇപ്പോൾ അല്പം കടൽ ശാന്തമാണ്. പക്ഷേ ചില സമയങ്ങളിൽ, പുലർച്ചെ സമയങ്ങളിലൊക്കെ തന്നെ അതിശക്തമായിട്ടുള്ള തിരമാലകളാണ് ഇവിടെ ഉയരുന്നത്. ഇതുവഴി മാത്രമേ ഇവർക്ക് ഈ ഹാർബറിലേക്ക് കയറാൻ വേണ്ടി സാധിക്കൂ എന്നുള്ളതാണ്. ഇന്ന് പുലർച്ചെ 1:30 മണിയോടുകൂടി ഞാൻ ഈ കാണുന്ന, അതായത് ഞാൻ നിൽക്കുന്ന ഈ പുലിമുട്ടുകൾക്ക്, വടക്കേറ്റത്തെ പുലിമുട്ടുകൾക്ക് സമീപം ബോട്ട് എത്തുകയായിരുന്നു എന്നുള്ളതാണ്. ബോട്ട് 4 പേരാണ് ബോട്ടിലുണ്ടായിരുന്നത്. അതിൽ 3 പേരും വള്ളത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നൊരു സാഹചര്യം. അതിൽ ഒരാളാണ് മരണപ്പെട്ടത്, അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടർ. അതിൻ്റെ വള്ളത്തിൻ്റെ അവശിഷ്ടങ്ങൾ തന്നെ ഇപ്പോഴും ഈ തിരമാലകളിൽ അലയടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നിരവധി തവണ പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിട്ടും ഒരു രീതിയിലുള്ള പരിഹാരവും കാണാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വലിയ പ്രതിഷേധങ്ങൾ, നിരവധി തവണ സമരങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടും നിങ്ങളുടെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ തയ്യാറായിട്ടുണ്ടോ? അല്ല, എനിക്കിത് ആമുഖമായിട്ട് പറയാനുള്ളത്, ഇതുപോലെ ഓരോ അപകട മരണം ഉണ്ടാകുമ്പോഴും എന്നെപ്പോലെയുള്ള മത്സ്യത്തൊഴിലാളികളെ വിളിച്ച് ഇതേ കണക്ക് ചാനലുകൾ റിപ്പോർട്ട് തേടുകയും അതുപോലെ തന്നെ ഞങ്ങളും വിവിധ തലങ്ങളിൽ ഞങ്ങളാൽ കഴിയുന്ന തരത്തിലുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തിട്ട് പോലും നാളിതുവരെ ഞങ്ങളുടെ രോദനം സർക്കാർ കേൾക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമമുണ്ടാകുന്നത്. ഞങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ മാനസിക പീഡനം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ മുതലപ്പുഴയാണ്. ഇവിടെ അടുത്ത കാലത്തായിട്ട് ഇപ്പോൾ ഇന്ന് ഇവിടെ നടന്ന മരണത്തെക്കുറിച്ച് ഞാൻ പറയാം. നിങ്ങൾക്കറിയാം, ഇത് നിലവിൽ തന്നെ ഇതിൻ്റെ വ്യാപ്തി കുറവാണ്. ആ ഉള്ള വ്യാപ്തിയിൽ തന്നെ 90% ഭാഗത്തും മണ്ണ് കയറി. ആകെയുള്ള കുറച്ച് ആഴമുള്ള ഭാഗത്തേക്ക് ഈ വള്ളം വരികയും ആ കടലിൽ അത് ചെറിയ ഒരു തിരയിൽ പെട്ട് ഈ വള്ളം ഈ പുലിമുട്ടിൽ ഇടിച്ച് മറിയുകയും ഒരു മരണം സംഭവിക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഈ 9 മാസത്തിന് മുമ്പ് നമ്മുടെ ഫിഷറീസ് മന്ത്രി, ഞാനടക്കമുള്ള മത്സ്യത്തൊഴിലാളികൾ വിളിച്ചുകൂട്ടി വഴുതക്കാട് ഗസ്റ്റ് ഹൗസിൽ ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ട് പറഞ്ഞത്, അടിയന്തരമായി ഇവിടെ ഒരു റെസ്ക്യൂ സിസ്റ്റം 24 മണിക്കൂർ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഏത് സമയം പ്രവർത്തിക്കുന്ന റിമോട്ട് കൺട്രോൾ ബോയ മത്സ്യത്തൊഴിലാളി രക്ഷിക്കാനായിട്ട് ഏർപ്പാടാക്കാം.
അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന സംവിധാനം, ഇതിലുപരി അടിയന്തരമായി അദാനിയെ കൊണ്ട് 4-5 ദിവസത്തിനുള്ളിൽ അന്നങ്ങനെ പറഞ്ഞത്, അതായത് ഞങ്ങൾ കൊടുത്ത നിർദ്ദേശപ്രകാരം നമ്മൾ മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ നമ്മുടെ AV വിജയൻ സാറൊക്കെ അടങ്ങുന്ന ഒരു പ്രധാനപ്പെട്ട ടീം ഇരുന്നു ഞങ്ങളൊരു നിഗമനത്തിലെത്തി. ഞങ്ങൾ പറഞ്ഞത് ഇവിടെ ഈ മണലടിയുന്നത് പ്രധാനമായിട്ടും തെക്ക് വശത്തിൻ്റെ, അതായത് തെക്ക് വശം കാണുന്ന പുലിമുട്ടിൻ്റെ തെക്ക് വശത്ത് ഒരുപാട് കര വയ്ക്കുകയും അതിലൂടെ മണ്ണ് അകത്തോട്ട് കയറുകയും അങ്ങനെയാണ് മണൽത്തിട്ട് ഇവിടെ രൂപപ്പെടുന്നത്. അല്ല, ഈ മന്ത്രി പറഞ്ഞ ഉറപ്പ് ഏതെങ്കിലും തരത്തിൽ പാലിച്ചോ? പിന്നീട് യാതൊരു ഉറപ്പ് പാലിച്ചില്ലെന്ന് മാത്രമല്ല, വീണ്ടും വീണ്ടും മന്ത്രി പറയുന്നത് ചെയ്യേണ്ടതെല്ലാം ചെയ്തു. ഇത് കേൾക്കുമ്പോഴാണ് വിഷമം. മന്ത്രി പറഞ്ഞ ഞങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞെന്നാണ്. എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തെന്ന് മന്ത്രി പറയട്ടെ. ഈ അവസാനം ഇപ്പോൾ ഈ കഴിഞ്ഞ മരണത്തിന് മുമ്പ് നടന്ന ഒരു മരണം, അബ്രഹാം എന്ന് പറയുന്നത് എൻ്റെ അയൽവാസിയാണ്, എൻ്റെ അടുത്തുള്ള ആളാണ്. ഇദ്ദേഹത്തെ ഞാനടങ്ങുന്ന എൻ്റെ സഹപ്രവർത്തകർ ജീവൻ അടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ കാറിലാണ് കൊണ്ടുപോയത്. ഞങ്ങളുടെ നിഗമനം അന്ന് ഇവിടെ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിൽ ആ മത്സ്യത്തൊഴിലാളി രക്ഷപ്പെടുമെന്നാണ് ഞങ്ങളുടെ നിഗമനം. ഞങ്ങൾ ഇപ്പോഴങ്ങനെ വിശ്വസിക്കുന്നു. ഈ തൊട്ടടുത്ത ദിവസം നമ്മളോട് തന്നെ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്, നിങ്ങൾ തൽക്കാലം സഹകരിക്കണം, ഈ മുതലപ്പൊഴി കെട്ടടങ്ങുന്നവർ അല്ലെങ്കിൽ ഈ കാലാവസ്ഥ മാറുന്നവരെ ഒന്ന് അടച്ചിടണമെന്നാണ്. അങ്ങനെ അടച്ചിട്ടാലുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് മത്സ്യത്തൊഴിലാളികൾ? ഇവിടെയാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, മാനസിക പഠനം. ഈ ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിൽ കിട്ടുന്ന മത്സ്യത്തിൻ്റെ ആ വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ശേഷിക്കുന്ന കാലങ്ങളിൽ ഇവിടെ ജീവിക്കുന്നത്. ഈ ഒരു മുതലപ്പൊഴി മത്സ്യബന്ധന യോഗ്യമായ ഒരു അഴിമുഖമായിരുന്നുവെങ്കിൽ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ഏകദേശം തുമ്പ മുതൽ ഈ പറയുന്ന ഇടവ വരെയുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് വന്ന് സുഗമമായി പണിയെടുക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്കറിയാം, ഇതൊരു പ്രത്യേക മത്സ്യബന്ധന സോണാണ്. ഒരു സ്ഥലത്തും ലഭിക്കാത്ത മത്സ്യം ഇവിടെ നിന്ന് കിട്ടും. കാര്യം ഇതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഏകദേശം വർക്കല വരെയും അതുപോലെ തന്നെ ഏകദേശം തുമ്പ വരെയുള്ള ഏത് ഭാഗത്ത് പോയും മത്സ്യബന്ധനം നടത്തി മീൻ പിടിക്കാനുള്ള ഒരു സാഹചര്യം നിലവിൽ ഈ മുതലപ്പൊഴി ഹാർബറിലൂടെ പോയാൽ ഉണ്ട്. അവിടെയാണ് പറയുന്നത്. അപ്പോൾ ഈ ജൂൺ, ജൂലൈ മാസങ്ങളിലാണ് ഇത് കൂടുതൽ ലഭ്യമാകുന്നത്. ഇവിടെയാണ് മന്ത്രി പറയുന്നത് ഈ 3 മാസം അങ്ങ് അടച്ചിടാവുന്നത്. ഇതാണ് കഴിഞ്ഞ തവണ ഞാൻ തന്നെയാണ് മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം തേടിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് സഹകരിക്കണമെന്നുള്ളതാണ്. കാരണം ഈ പൊഴിമുഖം അടച്ചിടണം, ഇതുവഴി പോകരുത് എന്നുള്ളതാണ്. അപകടം എങ്കിൽ മാത്രമേ ഒഴിവാക്കാൻ കഴിയും. പക്ഷേ എങ്കിൽ പോലും ആ പ്രഖ്യാപിച്ച 164 കോടി രൂപയുടെ പദ്ധതി നടത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇല്ല എന്നുള്ളതാണ്. എന്തായാലും സ്മൃതി, ഓരോ ദിവസം കഴിയുന്തോറും മുതലപ്പൊഴിയിലൂടെ, ഈ മരണപ്പൊഴിയിലൂടെ ഓരോ ജീവനുകളും നഷ്ടമാണ്, ഓരോ കുടുംബവും അനാഥമാവുകയാണ്. ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ പലതവണ ഉയർന്നു വന്നു, പ്രതികരണങ്ങൾ ഉയർന്നു വന്നു, പരിഹാര മാർഗങ്ങൾ മത്സ്യത്തൊഴിലാളികൾ തന്നെ നിർദ്ദേശിച്ചു. പക്ഷേ ഒരുവിധ പരിഹാരവും നടത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകുന്നില്ല. ഏറ്റവും അവസാനം ഫിഷറീസ് വകുപ്പ് മന്ത്രി പറഞ്ഞത് കേന്ദ്രത്തിന്റെ ഒരു അനുമതി ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അതുണ്ടാകും. ഇപ്പോൾ പെരുമാറ്റച്ചട്ടം നിലവിൽ നിൽക്കുകയാണ്. അതിനുശേഷം ഉറപ്പായി 2 മാസത്തിനകം പ്രശ്നം പരിഹരിക്കുമെന്നാണ്. എന്തായാലും ആ ഒരു ഉറപ്പെങ്കിലും നടത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. നേരത്തെ വിഷ്ണുവിനൊപ്പം ഈ മരണപ്പെട്ട അബ്രഹാമിൻ്റെയും അതുപോലെ തന്നെ വിക്ടറിൻ്റെയും ഒക്കെ തന്നെ കുടുംബങ്ങൾ പ്രതികരിച്ചതുപോലെ ഇനിയൊരു ജീവൻ ഇവിടെ ഉണ്ടാകരുത് എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. സ്മൃതി, ശരി. ഫാദർ യൂജിൻ പെരേരയിലേക്ക് വീണ്ടും. ഫാദർ യൂജിൻ പെരേര, ഇപ്പോൾ ഒരു മത്സ്യത്തൊഴിലാളിയുടെ പ്രതികരണം തന്നെ കണ്ടു. അപകട മേഖലയിൽ നിന്നാണ് റിനു കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നന്നായി മീൻ കിട്ടുന്ന സമയത്ത്, ആ ഭാഗത്ത് നന്നായി മീൻ കിട്ടുന്ന സമയം, ആ സമയത്ത് അവിടെ പോകരുത് എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കേന്ദ്രം പ്രഖ്യാപിച്ച സഹായം 167 കോടിയുടെ സഹായം ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൂടി പരിശോധിക്കേണ്ടതല്ലേ? സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് കേന്ദ്രം പിഴിയുന്നു എന്നുള്ള വിഷയം ഇതിപ്പോൾ ഈ കാര്യത്തിൽ മാത്രമല്ല, സംസ്ഥാന സർക്കാരിന് പ്രവർത്തിക്കാൻ ആവശ്യമായ കേന്ദ്രം നൽകേണ്ട തുക നൽകുന്നില്ല എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിലും ആ കാര്യം ബാധിച്ചതാണോ എന്ന് പരിശോധിക്കേണ്ടതല്ലേ? ബഹുമാന്യനായ മന്ത്രിക്ക് കടലിൻ്റെയും കടലൊഴുക്കിൻ്റെയും ഒക്കെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ വർഷകാലത്താണ് കുറച്ച് മീൻ കിട്ടുന്നത്. ഈ മുതലപ്പുഴയിൽ ഹാർബർ വേണമെന്ന് ആവശ്യപ്പെട്ട് സമരം ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ വർഷകാലത്ത് അവർക്ക് അവരുടെ ജീവിതം പുലർത്താനായിട്ട് നിർമ്മിച്ച നിർമ്മാണമാണ് ഈ മുതലപ്പുഴി. അന്ന് അത് ശാസ്ത്രീയമായി തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് അതിനകത്തൊക്കെ കുറേ കളികളൊക്കെ നടന്നു. അങ്ങനെ നിർമ്മിച്ചൊരു നിർമ്മിതി അത് പൂട്ടിയിടണമെന്ന് പറഞ്ഞിരുന്നാൽ ഈ ആ നിർമ്മാണത്തോട് തന്നെ ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് വളരെ കേരള സർക്കാരിന് പൈസയൊന്നുമില്ലെങ്കിൽ അദാനിയുടെ ഡ്രഡ്ജർ ഇവിടെ ഉണ്ടായിരുന്നു. ഈ 3 അപകടങ്ങളും ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു, 3 മരണങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു.
കേരള സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ടായിരുന്നെങ്കിൽ, ഇച്ഛാശക്തിയോടുകൂടി അദാനി നൽകിയിരിക്കുന്ന കരാർ പ്രകാരം ഈ മത്സ്യബന്ധന തുറമുഖത്തിനകത്ത് അടിഞ്ഞുകൂടി കിടക്കുന്ന മണലും അത് അദ്ദേഹത്തിന് വേണ്ടി വാർഫ് പൊളിച്ചതിൻ്റെ ഭാഗമായിട്ട് കൂടി ഉണ്ടായതാണ്. അതുപോലെ തന്നെ ആ പുലിമുട്ടിലുണ്ടായിരുന്ന ടെട്രോപാഡുകൾ, ആ പുലിമുട്ടിലുണ്ടായിരുന്ന വലിയ പാറകൾ അതൊക്കെ ഒഴുകി കടലിൽ കിടക്കുകയാണ്. അതിൻ്റെ ഉത്തരവാദിത്വം അദാനിയാണ്. അപ്പോൾ അത്തരം ഉത്തരവാദിത്വപ്പെട്ട ആളെ കൊണ്ട് ആ ജോലി ചെയ്യിക്കാനായിരുന്നു ബഹുമാന്യനായ സജി ചെറിയാനും ഭരണാധികാരികളൊക്കെ ശ്രമിക്കേണ്ടത്. ആ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചിരുന്നെങ്കിൽ ഈ സീസണിലും ഈ പറഞ്ഞിരിക്കുന്ന വലിയ അപകടങ്ങളൊന്നുമില്ലാതെ മത്സ്യത്തൊഴിലാളികൾ സുഗമമായി പോയി മത്സ്യബന്ധനം നടത്തും. ഇനി ഈ 3 മാസം ലഭിക്കുന്ന മത്സ്യത്തിൻ്റെ സമ്പത്ത് കൊണ്ടാണ് അവർ 1 വർഷം കുടുംബം പുലർത്തുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, അങ്ങനെ ജീവിതം പുലരുന്നത്. ആ സന്ദർഭത്തിൽ പൂട്ടിയിടുന്നെന്ന് പറഞ്ഞ വിരോധാഭാസമാണ്. എന്തിനു വേണ്ടിയാണോ നിർമ്മിച്ചത് ആ നിർമ്മാണത്തെ നിഷേധിക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ, അത് കേരള സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിനു വേണ്ടിയുള്ള അനുബന്ധ നടപടികൾ, ഈ കടലിൽ ഈ വള്ളങ്ങൾ പോകുന്നതിനുള്ള ബോയ, റൂട്ട് നിശ്ചയിക്കുന്ന ബോയ, അവിടെ ആവശ്യത്തിന് ലൈറ്റ്, അതുപോലെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള ആളുകൾ, യഥാർത്ഥത്തിൽ നല്ല കരുത്തരായ മത്സ്യത്തൊഴിലാളികൾ ആ പ്രദേശത്തുണ്ട്. ഏത് പ്രക്ഷുബ്ധമായ കടലിലും ഇറങ്ങി രക്ഷാപ്രവർത്തനം നടത്താനായിട്ട്. ഇനി ഇന്ന് വരെയുള്ള ചരിത്രം പരിശോധിച്ച് തീർന്നാൽ ഈ അപകടത്തിൽപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളെയൊക്കെ വീണ്ടെടുത്തത്, കടലിൽ നിന്നും പാറകൾക്ക് ഇടയിൽ നിന്നും വീണ്ടെടുത്തത് ഈ രക്ഷാസേനയൊന്നുമല്ല, കരുത്തരായ മത്സ്യത്തൊഴിലാളികളാണ്. അവർക്ക് അവരുടെ ജീവൻ പോകുന്നതും അവരുടെ സഹോദരങ്ങളോടൊക്കെ ഉള്ള ഒരു വലിയ ബഹുമാനവും സ്നേഹവുമാണ്. അതുകൊണ്ട് അവരുടെ ജീവൻ ബലികഴിച്ചിട്ടൊക്കെയാണ് കടലിലിറങ്ങി പാറകൾക്കിടയിലായി പോയ മനുഷ്യരുടെ ഈ മൃതദേഹം പോലും പുറത്തു കൊണ്ടുവന്നത്. അപ്പോൾ ഭരണാധികാരികൾ ചെയ്യേണ്ടത് ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഞാനതിനകത്ത് പറഞ്ഞു, കേരള സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി അതിനനുവദിക്കുന്നില്ലെങ്കിൽ അദാനി നൽകിയ വാഗ്ദാനം അദ്ദേഹം കൃത്യമായി പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. അദ്ദേഹം കൃത്യമായി പാലിച്ചിരുന്നെങ്കിൽ ഈ സീസണിലുണ്ടായ 3 മരണങ്ങൾ, അതോടൊപ്പം ധാരാളം അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. ഇതൊരു ഇച്ഛാശക്തിയില്ലായ്മയുടെ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ യാഥാർത്ഥ്യബോധത്തോടു കൂടി പരിഹരിക്കാനുള്ള ഒരു നിലപാടില്ലായ്മയുടെ പ്രതിഫലനമാണ് അടിക്കടി ഉണ്ടാകുന്ന അപകടങ്ങളും അടിക്കടി ഉണ്ടാകുന്ന അപകട മരണങ്ങളും. അത് രണ്ട് സർക്കാരും, കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ശ്രദ്ധയോടുകൂടി ഏറ്റെടുത്തുകൊണ്ട് ശാശ്വതമായി ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് മുന്നോട്ട് വരണമെന്നും, അതോടൊപ്പം തന്നെ ഈ മുതലപ്പുഴയിൽ മരണപ്പെട്ട എല്ലാവർക്കും അവരുടെ ജീവിതം കൊണ്ടുപോകാനുള്ള കോമ്പൻസേഷൻ നൽകണം. ഈ അപകടങ്ങളിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം കൊടുക്കണം. ഒപ്പം അപകടപ്പെട്ട യാനങ്ങളും വള്ളങ്ങളും അവരുടെ ഉപകരണങ്ങളും അതിൻ്റെ വില നിശ്ചയിച്ച് അവർക്കൊക്കെ അതിന് പരിഹാരം കാണാനുള്ള സമീപനമാണ് സ്വീകരിക്കേണ്ടത്. അത് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുമിച്ച് നിലപാടെടുക്കുകയാണെങ്കിൽ ഇത് ശാശ്വതമായിട്ട് പരിഹരിക്കാൻ സാധിക്കും. തീർച്ചയായും ഗുരുതരമായ സാഹചര്യം തന്നെയാണ്. ഫാദർ യൂജിൻ പെരേര, ഈ സമരത്തിൽ റിപ്പോർട്ട് നിങ്ങൾക്കൊപ്പമുണ്ട്. ഈ വിഷയം ആ ഗൗരവത്തിൽ തന്നെ ഞങ്ങൾ എടുക്കുകയാണ്. ഈ 1 മണിക്കൂർ ഈ വിഷയം ചർച്ച ചെയ്തു. ഇനി നിങ്ങളുടെ സമര പരിപാടിയിലേക്ക് കടക്കുമ്പോൾ വീണ്ടും ആ വാർത്തയിലേക്ക് തന്നെ മടങ്ങി വരും. ഫാദർ യൂജിൻ പെരേര, താങ്കൾക്ക് ആ സമരത്തിന് നേതൃത്വം നൽകാൻ പോകേണ്ടതുണ്ടെന്ന് അറിയാം. വളരെ നന്ദി ഞങ്ങൾക്കൊപ്പം ഈ ഘട്ടത്തിൽ ചർച്ചയിൽ പങ്കെടുത്തത്. ഇനി സമരം നടക്കുന്ന സ്ഥലത്ത് നിന്നും പ്രസാദ് ഉണ്ട്. ഞാൻ പ്രസാദിലേക്ക് പോകുന്നു. പ്രസാദ്, ഇപ്പോൾ സമരം തുടങ്ങാനായിരിക്കുന്നു. അതേസമയം ഈ സമരം നേരിടാനുള്ള സംവിധാനങ്ങളും അവിടെ ഒരുങ്ങിയിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ അവിടെ കാണാനാകുന്നത്? മുതലപ്പുഴയിലെ വിഷയം ഉന്നയിച്ചുകൊണ്ട് ആദ്യത്തേതല്ല സ്മൃതി ഈ സമരം, വീണ്ടും ഒരു സമരം എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇങ്ങനെ സമരം നടത്തുന്ന ദിവസം പോലും അവിടെ ഒരു മത്സ്യത്തൊഴിലാളികൾ മരിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസക്തിയുമുള്ളത്. ഇങ്ങനെ 80 ജീവനുകളാണ് അവിടെ ഇല്ലാതായത്. പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് സർക്കാർ നോക്കി നിൽക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇവിടെ ബാരിക്കേഡൊക്കെ വളരെ ഭദ്രമായി വടം കെട്ടുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഈ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുതലപ്പുഴയിൽ പുലർച്ചെയുണ്ടായ അപകടം.
തൊട്ടടുത്ത ഭാഗമാണ്. കാണാം ദൃശ്യങ്ങളിൽ തന്നെ തിരമാല ശക്തമാണ്. ഇവിടെ തീരെ ആഴമില്ലാതെ മണൽ അടിഞ്ഞുകൂടി കിടക്കുന്നതുകൊണ്ടാണ് ഈ അപകടം സംഭവിക്കുന്നത്. വിക്ടർ സഞ്ചരിച്ച ബോട്ടാണ്. എങ്ങനെയാണ് അപകടം സംഭവിച്ചതെന്ന് ദൃശ്യങ്ങളിൽ കാണാം. ജീവിക്കാൻ വേണ്ടി ജീവൻ പണയപ്പെടുത്തേണ്ടി വരുന്ന സാഹചര്യമാണ് ഇവിടുത്തെ ഓരോ മത്സ്യത്തൊഴിലാളികൾക്കും ഉള്ളത്. മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ടാൽ രക്ഷിക്കാനുള്ള സംവിധാനം പോലും ഇപ്പോൾ ഇല്ല എന്നുള്ള അതീവ ഗുരുതരമായ വീഴ്ചയാണ് ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത്. മുതലപ്പഴി വഴി മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന നിർദ്ദേശം മാത്രമാണ് സജി ചെറിയാനും നൽകാനുള്ളത്. കൃത്യമായ നടപടികൾ എടുക്കേണ്ട അദാനി ഗ്രൂപ്പിനെ കൊണ്ട് അത് ചെയ്യിക്കാൻ സംസ്ഥാന സർക്കാരിനാകുന്നില്ല. വീണ്ടും പ്രസാദിലേക്ക്. പ്രസാദ്, ആ ദുരന്തത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത് പ്രേക്ഷകർ കാണുകയായിരുന്നു. ഇപ്പോൾ സമരസമിതിയുടെ പ്രതിഷേധം നമ്മൾ പലതവണ മത്സ്യത്തൊഴിലാളികളുടെ സമരം പല രൂപത്തിൽ കണ്ടിട്ടുള്ളതാണ്. അതിശക്തമായ സമരങ്ങളുടെ തുടർച്ചയായ ദിവസങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നീട് അവർക്ക് എതിരെ എടുത്ത കേസുകളുടെ സ്വഭാവം ഏത് ഉള്ളതായിരുന്നു എന്നും നമ്മൾ കണ്ടതാണ്. ഫാദർ യൂജിൻ പെരേര അടക്കമുള്ളവർക്കെതിരെ എടുത്ത കേസുകൾ, അവർ നടത്തിയ അതിശക്തമായ പ്രതികരണങ്ങൾ, അതൊക്കെ കണ്ടതാണ്. വീണ്ടും അതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയാണോ? എന്താണ് ഇപ്പോൾ അവിടെ കാണാനാകുന്നത്? ശ്രുതി പറഞ്ഞത് തന്നെയാണ് അതിൽ യഥാർത്ഥ ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള സമരമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ സംഘടിപ്പിച്ചത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ രൂപം എന്ന നിലയിലാണ് വിഴിഞ്ഞത്ത് പദ്ധതി പ്രദേശത്ത് കുടിൽ കെട്ടിയുള്ള സമരത്തിന് അവർ നേതൃത്വം നൽകിയത്. രാപ്പകൽ നീണ്ടുനിന്ന സമരം, 10,000-കണക്കിന് ആളുകൾ വിവിധ ദിവസങ്ങളിലായി പങ്കെടുത്ത ഒരു സമരം. ആ സമരം ഏറ്റവും അവസാനം വലിയ സംഘർഷത്തിലേക്കെല്ലാം വഴിമാറി. ഒടുവിൽ ലത്തീൻ രൂപതയുമായി സംസാരിച്ചു, സർക്കാർ സംസാരിച്ചു, എല്ലാ കാര്യങ്ങളിലും ഒരു തീരുമാനമുണ്ടാക്കുമെന്ന് ഉറപ്പും നൽകി. ഇപ്പോൾ ഒരുപാട് കാലം കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോഴും മത്സ്യത്തൊഴിലാളികൾ മുതലപ്പുഴയിൽ വീണ് മരിക്കുകയാണ്. അതിനു മാത്രം പരിഹാരമാകുന്നില്ല. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ശ്രുതി, പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറാവുകയാണ്. എത്രയേറെ സമരക്കാർ വന്നാലും, എത്ര വലിയ പ്രതിഷേധമുണ്ടായാലും അതിനെ പ്രതിരോധിക്കുക എന്ന ഉദ്ദേശം തന്നെയാണ് സർക്കാരിനുള്ളത്. പക്ഷേ ഈ ഒരു ശുഷ്കാന്തി മുതലപ്പുഴയിൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ നേരത്തെ മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞതുപോലെ അവിടെ ഒരു പ്രാഥമിക ചികിത്സാ സൗകര്യമെങ്കിലും ഒരുക്കിയിരുന്നെങ്കിൽ അതിന് കോടിക്കണക്കിന് രൂപയൊന്നും ആവശ്യമില്ല. ഒരു മത്സ്യത്തൊഴിലാളികളുടെയെങ്കിലും ജീവൻ രക്ഷപ്പെടുമായിരുന്നു എന്നുള്ളതാണ്. അവിടെ അങ്ങനെ വീണ് മരിക്കുന്നത് നോക്കി നിൽക്കേണ്ടി വരുന്ന സർക്കാർ സംവിധാനമാണെങ്കിൽ അവിടെ മുഴുവൻ സമയവും ഡൈവിംഗ് സ്ക്വാഡുകളോ അല്ലെങ്കിൽ നല്ല പരിശീലനമുള്ള മത്സ്യത്തൊഴിലാളികൾ തന്നെയുണ്ട്. ഒരുപാട് നീന്താൻ അറിയുന്ന, മുങ്ങി നീന്തുന്ന മത്സ്യത്തൊഴിലാളികൾ. അവരെ സ്ഥിരമായി ഒരു നിശ്ചിത വരുമാനം കൊടുത്ത് അവരെ നിർത്തിയിരുന്നുവെങ്കിൽ ഈ മത്സ്യത്തൊഴിലാളികൾ അവിടെ മരിക്കില്ല. അതെങ്കിലും ഈ സർക്കാർ ചെയ്യുന്നില്ല. അതിന് പകരം ചെയ്യുന്നത് ഈ പ്രതിഷേധത്തെ തടഞ്ഞു നിർത്താൻ വേണ്ടി നല്ല ഉറപ്പിൽ ബാരിക്കേഡ് കെട്ടുകയാണ്, അതിൻ്റെ മുകളിൽ വടം കെട്ടുകയാണ്, വീണ്ടും വീണ്ടും പോലീസ് ഉദ്യോഗസ്ഥരെ ഇറക്കുകയാണ്, ജലപീരങ്കി കൊണ്ടുവരികയാണ്. സർക്കാർ അക്ഷരാർത്ഥത്തിൽ മുതലപ്പുഴ വിഷയത്തിൽ അത് കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും അമ്പേ പരാജയമാണ് എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാകുന്നത്. അതുവഴി പോകരുത്, അത് അടച്ചിടണം എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി മാറുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി.
ശ്രീ, ഇത്രയേറെ കാര്യം കഴിഞ്ഞിട്ടും ഒരുപക്ഷെ യൂജിൻ പരേര പറഞ്ഞതുപോലെ ഇത് അദാനിയും സർക്കാരും തമ്മിലുള്ള ഒത്തുകളിയാണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇന്നും ഒരാൾ മരിച്ചു, അത് നാളെയും ആവർത്തിക്കും. പക്ഷേ അത് കണ്ടുകൊണ്ട് സർക്കാർ നോക്കി നിൽക്കുന്നു. അതിനെതിരെ പ്രതിഷേധം വരുമ്പോൾ ഇതുപോലെ വലിയ സംവിധാനം ഒരുക്കാനുള്ള ഇച്ഛാശക്തി സർക്കാരിനുണ്ട്. പക്ഷെ മുതലപ്പൊഴിയിൽ ഒരു ആംബുലൻസ് പോലും ഒരുക്കുന്നില്ല എന്നതാണ് ഏറെ സങ്കടം. സ്മൃതി, ആംബുലൻസുമില്ല, റെസ്ക്യൂ ബോട്ടുമില്ല. ഇപ്പോൾ കണ്ട ദൃശ്യങ്ങൾ, അപകടത്തിന്റെ ദൃശ്യങ്ങൾ, ഇന്ന് വിക്ടർ കൊല്ലപ്പെട്ട ശേഷം മുതലപ്പൊഴിയിൽ നടന്ന മറ്റൊരു അപകടത്തിന്റെ ദൃശ്യങ്ങളാണ്. ഏതായാലും ഭാഗ്യത്തിന് അതിൽ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ പിന്നീട് നീന്തി രക്ഷപ്പെട്ടു. മുതലപ്പൊഴിയിൽ അതിശക്തമായ തിരമാലകളാണ്, പുലർച്ചെയുണ്ടായ തിരമാലയാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെയാണ് വിക്ടറും അപകടത്തിൽപ്പെട്ടത്. അവിടുത്തെ മണൽ നീക്കം ചെയ്യാതെ, ഒട്ടും ആഴമില്ല ഈ പ്രദേശത്ത്. അങ്ങനെയാണ് ഈ അപകടങ്ങൾ തുടർച്ചയായി സംഭവിക്കുന്നത്. ഇനി സമരത്തിലേക്ക് കടക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ.